കഴിഞ്ഞ ക്ലാസ്സുകളിൽ ആദ്യത്തെ 2 ചാപ്റ്ററുകളെ കുറിച്ച് ജിയോഗ്രഫിയിൽ പറഞ്ഞു. ഇത് മൂന്നാമത്തെ ചാപ്റ്ററാണ്. മൂന്നാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ജിയോഗ്രഫി അല്ല, എക്കണോമിക്സ് ആണ് പഠിക്കുന്നത്. ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ മാനവ വിഭവശേഷി വികസനം എന്നതാണ് ആ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നാമത്തെ ചോദ്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്? എന്താണ് മാനവ വിഭവശേഷി വികസനം എന്ന് പറഞ്ഞാൽ? ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് മീൻസ് ദി ഫിസിക്കൽ ആൻഡ് മെന്റൽ പവർ ഓഫ് ദി പീപ്പിൾ, ഡെവലപ്മെന്റ് ഓഫ് ദി man's physical and mental power. Human resource development is a process of the development of both the physical and mental power of the people through education, training and health care. This is the answer for the first question. What is human resource development? എന്താണ് മാനവ വിഭവശേഷി വികസനം എന്ന് ചോദിച്ചാൽ ഉത്തരം ഇതാണ്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്. What is human resource development? മാനവ വിഭവശേഷി വികസനം എന്നാൽ എന്ത്? It is development of physical and mental power of the people through education, health care and training. ഒരു രാജ്യത്തെ ജനങ്ങളുടെ ശാരീരികവും മാനസികവുമായ കഴിവുകളെ വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, പരിശീലനം എന്നിവ കൊണ്ട് മെച്ചപ്പെടുത്തുന്നതിനെയാണ് മാനവ വിഭവശേഷി വികസനം എന്ന് പറയുന്നത്. അപ്പൊ നമ്മളൊരു ചോദ്യത്തിന്റെ ആൻസർ പഠിച്ചു. രണ്ടാമത്തെ ചോദ്യം ഇനി പറയുന്നതാണ്. ഹൗ വി ക്യാൻ ഡെവലപ്പ് ഹ്യൂമൻ റിസോഴ്സ് ഓർ മാൻ പവർ ക്യാൻ ബി ഡെവലപ്ഡ്? അല്ലെങ്കിൽ അതിന് വേറെ രീതിയിൽ ചോദ്യം പറയാം. വാട്ട് ആർ ദി ഡിഫറന്റ് ലെവൽസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്? ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റിന്റെ വിവിധ തലങ്ങൾ ഏതൊക്കെ? രണ്ടാമത്തെ ചോദ്യം, വാട്ട് ആർ ദി ഡിഫറന്റ് ലെവൽസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്? മാനവ വിഭവശേഷി വികസനത്തിന്റെ വിവിധ തലങ്ങൾ ഏതൊക്കെ? രണ്ടാമത്തെ ചോദ്യം. അതിന് 4 പോയിന്റാണ് പ്രധാനമായിട്ടുള്ളത്. ഇൻഡിവിജ്വൽ ടേക്ക് എഫേർട്സ് ടു ഡെവലപ്പ് their own skills. ഒന്നാമത്തേതാണ്. ഇൻഡിവിജ്വൽ ടേക്ക് എഫേർട്സ് ടു ഡെവലപ്പ് their own skills. ഒന്നാമത്തെ പോയിന്റ്, അതാണ് ആൻസർ. വ്യക്തികൾ സ്വയം അവരുടെ കഴിവുകൾ വികസിപ്പിക്കുന്നതിന് ശ്രമിക്കുക. വ്യക്തികൾ സ്വയം ശ്രമിക്കുക. ഇൻഡിവിജ്വൽ ടേക്ക് എഫേർട്സ് ടു ഡെവലപ്പ് their own skills. സെക്കൻഡ്, ഫാമിലി ക്രിയേറ്റ്സ് ദി ബാക്ക്ഗ്രൗണ്ട് ഫോർ ദി ഡെവലപ്മെന്റ് ഓഫ് ഇൻഡിവിജ്വൽ പൊട്ടൻഷ്യൽസ്. രണ്ടാമത്തേത്, കുടുംബം വ്യക്തിയുടെ കഴിവുകളുടെ വികസനത്തിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുക. രണ്ടാമത്തെ പോയിന്റ് അതാണ്. തേർഡ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഏജൻസീസ് ക്രിയേറ്റ് ദി ഫെസിലിറ്റീസ് ഫോർ ദി ഡെവലപ്മെന്റ് ഓഫ് മാൻ പവർ. മാനവ വിഭവശേഷി വികസനത്തിന് ആവശ്യമായ സാഹചര്യങ്ങൾ, സ്ഥാപനങ്ങൾ സൃഷ്ടിക്കുന്നു. 4, ദി ഗവൺമെന്റ് ടേക്ക് ഇനിഷ്യേറ്റീവ് ഫോർ ദി ഡെവലപ്മെന്റ് ഓഫ് മാൻ പവർ ഓർ ഹ്യൂമൻ റിസോഴ്സ്. അടുത്തത്, നാലാമതായി ഗവൺമെന്റ് മാനവ വിഭവശേഷി വികസിപ്പിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നു. ഈ 4 തലങ്ങളിലൂടെയാണ് മാനവ വിഭവശേഷി വികസിപ്പിക്കപ്പെടുന്നത്. വിച്ച് ആർ ദി ലെവൽസ് ഫോർ ദി ഡെവലപ്മെന്റ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ്? മാനവ വിഭവശേഷി വികസനത്തിന്റെ വിവിധ തലങ്ങൾ ഏതൊക്കെ എന്ന രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഇതൊക്കെയാണ്. ഫസ്റ്റ് പോയിന്റ്, ഇൻഡിവിജ്വൽ ടേക്ക് എഫേർട്ട് ഓർ ഇനിഷ്യേറ്റീവ് ഫോർ ദി ഡെവലപ്മെന്റ് ഓഫ് ദെയർ സ്കിൽസ്. വ്യക്തികൾ സ്വയം അവരുടെ കഴിവുകൾ വികസിപ്പിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുക. സെക്കൻഡ്, ഫാമിലി ക്രിയേറ്റ് മെഷേഴ്സ് or steps for the development or circumstances or ground for the development of their potential. വ്യക്തികളുടെ കഴിവ് വികസിപ്പിക്കുന്നതിന് കുടുംബം വേണ്ട പശ്ചാത്തലം തയ്യാറാക്കുക, എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുക. തേർഡ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഏജൻസീസ് ക്രിയേറ്റ് ഫെസിലിറ്റീസ് ഫോർ ദി ഡെവലപ്മെന്റ് ഓഫ് മാൻ പവർ. മാനവ വിഭവശേഷി വികസിപ്പിക്കുന്നതിന് വ്യക്തികൾ ആവശ്യമായ
വ്യക്തികളുടെ കഴിവുകൾ വികസിപ്പിക്കുന്നതിന് സ്ഥാപനങ്ങളും ഏജൻസികളും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നു. ഫോർത്ത്, ഗവൺമെന്റ് ടേക്ക് ഇനിഷ്യേറ്റീവ് ഓർ ക്രിയേറ്റ് ഫെസിലിറ്റീസ് ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് മാൻ പവർ. ഗവൺമെന്റ് ജനങ്ങളുടെ കഴിവ് വികസിപ്പിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നു. ഇപ്പൊ 2 ചോദ്യങ്ങളുടെ ആൻസർ നമ്മൾ പറഞ്ഞു. ഇനി വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ്? മാനവ വിഭവശേഷിയുടെ സവിശേഷതകൾ എന്തൊക്കെ? ദർ ആർ 2 ഫീച്ചേഴ്സ് ഫോർ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്. അതിനൊരു ചാർട്ട്, ഈ ചോദ്യത്തിന്റെ ഉത്തരം ഒരു ചാർട്ടിൽ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്, ഒരു ചാർട്ടായിട്ട്. വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് എന്ന് 3ാമത്തെ ചോദ്യം. മാനവ വിഭവശേഷി വികസനത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെ? നിങ്ങൾ അതിന്റെ ഉത്തരമായിട്ട് ആ ചാർട്ട് നന്നായിട്ട് സ്കെയിലും പെൻസിലും ഒക്കെ വെച്ച് വരച്ച് അതിനകത്ത് രേഖപ്പെടുത്തണം. 3rd ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്? ദർ ആർ 2 ഫീച്ചേഴ്സ്. ആദ്യം 2ആയിട്ടാണ് ആ ചാർട്ടിൽ അതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് ഫീച്ചേഴ്സ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ഫീച്ചേഴ്സ്. ക്വാണ്ടിറ്റേറ്റീവ് ഫീച്ചേഴ്സും ക്വാളിറ്റേറ്റീവ് ഫീച്ചേഴ്സും. ക്വാണ്ടിറ്റേറ്റീവ് ഫീച്ചേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുണപരമായ സവിശേഷത. ക്വാളിറ്റേറ്റീവ് ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഗുണപരമായ സവിശേഷത. ദർ ആർ 2 ഫീച്ചേഴ്സ് ടു ഹ്യൂമൻ റിസോഴ്സ്. ഹ്യൂമൻ റിസോഴ്സിന് 2 തലങ്ങളുണ്ട്, 2 സവിശേഷതകളുണ്ട്. ദേ ആർ ക്വാണ്ടിറ്റേറ്റീവ് ഫീച്ചേഴ്സ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ഫീച്ചേഴ്സ്. ഗുണപരമായ സവിശേഷതകളും ഗണപരമായ സവിശേഷതകളും. അതിൽ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ഫീച്ചേഴ്സിന് ആ ചാർട്ടിൽ വളരെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. ആ ചാർട്ട് വരച്ചാണ് അതിന് ഉത്തരം എഴുതേണ്ടത്. വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ്? ഹ്യൂമൻ റിസോഴ്സിന്റെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ മാനവ വിഭവത്തിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ. അപ്പൊ ചാർട്ട് വരയ്ക്കുമ്പോൾ 2 ഗണപരമായ സവിശേഷതയും ഗുണപരമായ സവിശേഷതയും. ക്വാണ്ടിറ്റേറ്റീവ് ഫീച്ചേഴ്സും ക്വാളിറ്റേറ്റീവ് ഫീച്ചേഴ്സും. ക്വാണ്ടിറ്റേറ്റീവ് ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് പ്രധാനമായിട്ടും സൈസ് ഓഫ് ദി പോപ്പുലേഷൻ, ജനസംഖ്യ വരും, ജനസംഖ്യാ വലിപ്പം. ക്വാണ്ടിറ്റേറ്റീവ് ഫീച്ചേഴ്സ് വരുന്നതാണ് ജനസംഖ്യാ വലിപ്പം, പോപ്പുലേഷൻ ഡെൻസിറ്റി, ജനസാന്ദ്രത. 3rd, ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ, ജനസംഖ്യ വർധനവ്. 4th വൺ, പോപ്പുലേഷൻ സ്ട്രക്ചർ. 4 ഘടകങ്ങളാണ് അതിൽ വരുന്നത്. സൈസ് ഓഫ് ദി പോപ്പുലേഷൻ, ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ, പോപ്പുലേഷൻ ഗ്രോത്ത്, പോപ്പുലേഷൻ സ്ട്രക്ചർ. ഈ 4 ഘടകങ്ങളാണ് ക്വാണ്ടിറ്റേറ്റീവ് ഫീച്ചേഴ്സിൽ വരുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് ഫീച്ചേഴ്സിൽ ഈ 4 കാര്യങ്ങളാണ് വരുന്നത്. സൈസ് ഓഫ് ദി പോപ്പുലേഷൻ, ജനസംഖ്യാ വലിപ്പം, ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ, ജനസാന്ദ്രത, ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ, ജനസംഖ്യാ വളർച്ച, പോപ്പുലേഷൻ സ്ട്രക്ചർ, ജനസംഖ്യാ ഘടന. ഈ 4 ഘടകങ്ങളാണ് ക്വാണ്ടിറ്റേറ്റീവ് ഫീച്ചേഴ്സിൽ അല്ലെങ്കിൽ ഗണപരമായ സവിശേഷതകളിൽ വരുന്നത്. ഏതൊക്കെയാ? 1, സൈസ് ഓഫ് ദി പോപ്പുലേഷൻ. 2nd, ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ. 3rd, ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ. 4th, പോപ്പുലേഷൻ സ്ട്രക്ചർ. അതായത് ജനസംഖ്യാ വലിപ്പം, ജനസാന്ദ്രത, ജനസംഖ്യാ വളർച്ച, ജനസംഖ്യാ ഘടന. അതിൽ 3ാമത് പറഞ്ഞ ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ, ജനസംഖ്യാ വളർച്ചയെ സ്വാധീനിക്കുന്ന 2 ഉപഘടകങ്ങളുണ്ട്. ദേ ആർ ബർത്ത് റേറ്റ് ആൻഡ് ഡെത്ത് റേറ്റ്. ജനസംഖ്യാ വളർച്ചയെ സ്വാധീനിക്കുന്ന 2 ഘടകങ്ങളാണ് ബർത്ത് റേറ്റ് ആൻഡ് ഡെത്ത് റേറ്റ്. അതായത് ജനന നിരക്കും മരണ നിരക്കും. ഇനി പോപ്പുലേഷൻ സ്ട്രക്ചറിനെ സ്വാധീനിക്കുന്ന ചില ഘടകങ്ങൾ, അതായത് ജനസംഖ്യാ ഘടനയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ഏജ് സ്ട്രക്ചർ, സെക്സ് റേഷ്യോ, ലേബർ പാർട്ടിസിപ്പന്റ് ഫോഴ്സ്, ഡിപ്പെൻഡൻസി റേഷ്യോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഈ 4 കാര്യങ്ങൾ പോപ്പുലേഷൻ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ടതാണ്. പോപ്പുലേഷൻ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ടതാണ് ഏജ് സ്ട്രക്ചർ, സെക്സ് റേഷ്യോ, ലേബർ പാർട്ടിസിപ്പന്റ് റേറ്റ്, ഡിപ്പെൻഡൻസി റേഷ്യോ. അപ്പൊ ഇത് 4 ഏജ് സ്ട്രക്ചറിനെ സ്വാധീനിക്കുന്നതാണ്, പ്രായഘടനയെ സ്വാധീനിക്കുന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു പിന്നെ ഹ്യൂമൻ റിസോഴ്സിന്, മാനവ വിഭവശേഷിക്ക് പ്രധാനമായിട്ടും 2 ഗുണങ്ങളാണ്, ക്വാണ്ടിറ്റേറ്റീവ് ഫീച്ചേഴ്സ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ഫീച്ചേഴ്സ്. ഗണപരമായ സവിശേഷതകളും ഗുണപരമായ സവിശേഷതകളും. ഗണപരമായ സവിശേഷതകൾ എന്ന് പറയുമ്പോൾ 4 എണ്ണമാണ്. ഏതൊക്കെയാ പറഞ്ഞത്? സൈസ് ഓഫ് ദി പോപ്പുലേഷൻ, ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ, പോപ്പുലേഷൻ ഗ്രോത്ത്,
പോപ്പുലേഷൻ സ്ട്രക്ചർ. ജനസംഖ്യാ വലിപ്പം, ജനസാന്ദ്രത, ജനസംഖ്യാ വളർച്ച, ജനസംഖ്യാ ഘടന. അതിൽ മൂന്നാമത്തേതായ ജനസംഖ്യാ വളർച്ചയെ സ്വാധീനിക്കുന്ന 2 ഉപഘടകങ്ങളുണ്ട്. ദേ ആർ ബർത്ത് റേറ്റ് ആൻഡ് ഡെത്ത് റേറ്റ്, ജനന നിരക്കും മരണനിരക്കും. നാലാമത് പറഞ്ഞ പോപ്പുലേഷൻ സ്ട്രക്ചറിനെ, ജനസംഖ്യാ ഘടനയെ സ്വാധീനിക്കുന്ന 4 ഘടകങ്ങളുണ്ട്. ദേ ആർ ഏജ് സ്ട്രക്ചർ, സെക്സ് റേഷ്യോ, ലേബർ പാർട്ടിസിപ്പന്റ് റേറ്റ്, ഡിപ്പെൻഡൻസി റേഷ്യോ. അതായത് പ്രായഘടന, സ്ത്രീ പുരുഷ അനുപാതം, തൊഴിൽ പങ്കാളിത്ത നിരക്ക്, ആശ്രയത്വ നിരക്ക്. ഇങ്ങനെ 4 ഉപഘടകങ്ങൾ പോപ്പുലേഷൻ സ്ട്രക്ചറിനുണ്ട്. ഇനി രണ്ടാമത്തെ സവിശേഷതയായ ക്വാളിറ്റേറ്റീവ് ഫീച്ചേഴ്സിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ക്വാളിറ്റേറ്റീവ് ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ഗുണപരമായ സവിശേഷതകളാണ്. ദർ ആർ 2 ക്വാളിറ്റേറ്റീവ് ഫീച്ചേഴ്സ്. ദേ ആർ എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് കെയർ. ക്വാളിറ്റേറ്റീവ് ഫീച്ചേഴ്സിൽ 2 എണ്ണമാണ് വരുന്നത്. ഗുണപരമായ സവിശേഷതയിൽ 2 എണ്ണമാണ് വരുന്നത്. ഒന്ന് വിദ്യാഭ്യാസവും മറ്റൊന്ന് ആരോഗ്യ സംരക്ഷണവും. വിദ്യാഭ്യാസവും ആരോഗ്യ സംരക്ഷണവും. വിദ്യാഭ്യാസം എങ്ങനെയാണ് കണക്കാക്കുന്നത്? ബേസിക് ആയിട്ട് ലിറ്ററസി റേറ്റിന്റെ അടിസ്ഥാനത്തിലാണ്. ലിറ്ററസി റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാക്ഷരത്വ നിരക്ക്. സാക്ഷരത്വ നിരക്കിന്റെ അടിസ്ഥാനത്തിലാണ് വിദ്യാഭ്യാസം പ്രാഥമികമായി കണക്കാക്കുന്നത്. പിന്നെ ഹെൽത്ത് കെയറിനെ പ്രധാനമായിട്ടും നോക്കുന്നത് ലൈഫ് എക്സ്പെക്ടൻസി അടിസ്ഥാനമാക്കിയാണ്. ലൈഫ് എക്സ്പെക്ടൻസി എന്ന് പറയുമ്പോൾ പ്രതീക്ഷിത ആയുർദൈർഘ്യത്തെ അടിസ്ഥാനമാക്കിയാണ്. അപ്പൊ അങ്ങനെ ആ ചാർട്ട് അതിന്റെ ഉത്തരമാണ്. ഏതിന്റെ? മൂന്നാമത്തെ ചോദ്യത്തിന്റെ. ഏതാ മൂന്നാമത്തെ ചോദ്യം? വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് എ ഹ്യൂമൻ റിസോഴ്സ്? ദേ ആർ quantitative features and qualitative features. Quantitative features can be classified into 4. They are size of the population, density of population, growth of population, population structure. Growth of population is related to birth rate and death rate. Population structure is related to age structure, sex ratio, labor participant rate, dependency ratio. Qualitative features. There are 2 qualitative features. They are education and health care. Basically, education is counted on the basis of literacy ratio. Basic literacy. Then, health care is measured on the basis of life expectancy. ഇതാണ് അതിന്റെ ഉത്തരം. അതായത് ഒരു രാജ്യത്തെ ജനങ്ങളുടെ മാനവ വിഭവശേഷിയുടെ സവിശേഷതകൾ എന്ന് പറയുന്നത് ഗുണപരമായ സവിശേഷതയും ഗണപരമായ സവിശേഷതയുമുണ്ട്. ഗണപരമായ സവിശേഷത എന്ന് പറയുമ്പോൾ അതിനകത്ത് 4 കാര്യങ്ങളുണ്ട്. 1 ജനസംഖ്യാ വലിപ്പം, 2 ജനസാന്ദ്രത, 3 ജനസംഖ്യാ വളർച്ച, 4 ജനസംഖ്യാ ഘടന. അതിൽ ജനസംഖ്യാ വളർച്ചയുമായി ബന്ധപ്പെട്ടതാണ് ജനനനിരക്കും മരണനിരക്കും. ജനസംഖ്യാ ഘടനയുമായി ബന്ധപ്പെട്ടതാണ് സ്ത്രീ പുരുഷ അനുപാതം, പ്രായഘടന, തൊഴിൽ ചെയ്യാനുള്ള ജനങ്ങളുടെ അല്ലെങ്കിൽ പാർട്ടിസിപ്പന്റ് ഗ്രൂപ്പിന്റെ റേഷ്യോ, അതായത് തൊഴിൽ പങ്കാളിത്ത നിരക്ക്, അതുപോലെ തന്നെ ആശ്രയത്വ നിരക്ക്. ഗുണപരമായ സവിശേഷതകളിൽ പെടുന്നവയാണ് വിദ്യാഭ്യാസവും ആരോഗ്യ സംരക്ഷണവും. വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാനം കണക്കാക്കുന്നത് സാക്ഷരതയിലൂടെയാണ്. അതുപോലെ തന്നെ ആരോഗ്യ രക്ഷയുടെ അടിസ്ഥാനം കണക്കാക്കുന്നത് പ്രധാനമായിട്ടും പ്രതീക്ഷിത ആയുർദൈർഘ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇതാണ് മൂന്നാമത്തെ ചോദ്യം. ഇനി 4ാമത്തെ ചോദ്യം സൈസ് ഓഫ് ദി പോപ്പുലേഷനുമായി ബന്ധപ്പെട്ടാണ്, ജനസംഖ്യയുമായി ബന്ധപ്പെട്ടതാണ്. വാട്ട് ഈസ് പോപ്പുലേഷൻ? എന്താണ് ജനസംഖ്യ? പോപ്പുലേഷൻ മീൻസ് ദി ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിൾ റിസൈഡിംഗ് ഇൻ എ പർട്ടിക്കുലർ റീജിയൻ ഡ്യൂറിംഗ് എ പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം. ദാറ്റ് ഈസ് പോപ്പുലേഷൻ. അടുത്ത ചോദ്യം ഇതാണ്. അടുത്ത ചോദ്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക.
ഓരോന്നും പറയുമ്പോൾ ചോദ്യം എഴുതിയെടുക്കുക. അടുത്ത ചോദ്യം ഇതാണ്, ജനസംഖ്യ എന്നാൽ എന്ത്? ഒരു രാജ്യത്ത് ഒരു നിശ്ചിത കാലയളവിൽ അധിവസിക്കുന്ന ജനങ്ങളുടെ ആകെ എണ്ണത്തെയാണ് ജനസംഖ്യ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പോപ്പുലേഷൻ മീൻസ് ദി ടോട്ടൽ നമ്പർ ഓഫ് പോപ്പുലേഷൻ ഓർ പീപ്പിൾ റിസൈഡിംഗ് ഇൻ എ particular area or particular region in a particular period of a time. ഒരു നിശ്ചിത സ്ഥലത്ത്, ഒരു നിശ്ചിത പ്രദേശത്ത്, ഒരു നിശ്ചിത കാലയളവിൽ അധിവസിക്കുന്ന ജനങ്ങളുടെ മൊത്ത എണ്ണത്തെയാണ് പോപ്പുലേഷൻ അഥവാ ജനസംഖ്യ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതാണ് ജനസംഖ്യ. ഇനി എന്താണ് ഡെമോഗ്രഫി എന്ന് പറഞ്ഞാൽ? അടുത്ത ചോദ്യം അതാണ്, വാട്ട് ഈസ് ഡെമോഗ്രഫി? ജനസംഖ്യാശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? അടുത്ത ചോദ്യം ഇതാണ്, ജനസംഖ്യ ശാസ്ത്രം എന്നാൽ എന്ത്? വാട്ട് ഈസ് ഡെമോഗ്രഫി? ഡെമോഗ്രഫി ഈസ് ദി ബ്രാഞ്ച് ഓഫ് സോഷ്യൽ സയൻസ് ദാറ്റ് അനലൈസസ് ദി പോപ്പുലേഷൻ, ദി ചേഞ്ചസ് ഇൻ ഇറ്റ്സ് സൈസ്, ദി സ്ട്രക്ചറൽ ആസ്പെക്ട്സ് എക്സെട്ര ഈസ് നോൺ ആസ് ഡെമോഗ്രഫി. ഡെമോഗ്രഫി എന്ന് പറഞ്ഞാൽ അതിന്റെ ആൻസർ അത്രയേ ഉള്ളൂ. വാട്ട് ഈസ് ഡെമോഗ്രഫി എന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം, ആൻസർ ഇത്രയേ ഉള്ളൂ. ദി ബ്രാഞ്ച് ഓഫ് സോഷ്യൽ, ഇറ്റ് ഈസ് ദി ബ്രാഞ്ച് ഓഫ് സോഷ്യൽ സയൻസ് which analyze or that analyze the total number of population, analyze the total population or total number of population, the changes in its size and structural aspects of the population. അതായത് ജനസംഖ്യാശാസ്ത്രം അഥവാ ഡെമോഗ്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമൂഹ്യശാസ്ത്രത്തിന്റെ ശാഖയാണ്. ആ സാമൂഹ്യശാസ്ത്ര ശാഖ പരിശോധിക്കുന്നത് ജനസംഖ്യയെക്കുറിച്ച്, ജനസംഖ്യാ വലിപ്പത്തെക്കുറിച്ച്, അതിന്റെ വിവിധ ഘടനാപരമായ സവിശേഷതകളെക്കുറിച്ച് ഒക്കെ വിശകലനം ചെയ്യുന്ന സാമൂഹ്യശാസ്ത്ര ശാഖയാണ് ഡെമോഗ്രഫി അഥവാ ജനസംഖ്യാ ശാസ്ത്രം എന്ന് പറയുന്നത്. അതാണ് അടുത്ത ചോദ്യവും അതിന്റെ ഉത്തരവും. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ പ്രത്യേകം ശ്രദ്ധിക്കുക, വാട്ട് ഈസ് പോപ്പുലേഷൻ സെൻസസ്? എന്താണ് ജനസംഖ്യാ കണക്കെടുപ്പ് അഥവാ കാനേഷുമാരി എന്നൊറ്റ വാക്കിൽ പറയും. എന്താണ് ജനസംഖ്യാ കണക്കെടുപ്പ് അഥവാ കാനേഷുമാരി? വാട്ട് ഈസ് പോപ്പുലേഷൻ സെൻസസ്? എവരി കൺട്രി വിത്തിൻ എ ഫിക്സഡ് പീരീഡ് ഓഫ് ടൈം collect information about the total number of people, their age, sex, socio-economic status, etc. and analyze these features and publish it. It is known as a population census. What is population census? എന്താണ് ജനസംഖ്യാ കണക്കെടുപ്പ് എന്നാൽ എന്ത് എന്ന് ചോദിച്ചാൽ നമ്മൾ അതിന് ഉത്തരവിടുന്നത് ഇങ്ങനെയാണ്. പോപ്പുലേഷൻ സെൻസസ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് every country or every nation collect the information about the total number of people, their age structure, their sex, socio-economic status or aspects, etc. with an interval of time is known as population census. ഓരോ രാജ്യവും ആ രാജ്യത്തെ ജനങ്ങളുടെ എണ്ണം, ഘടന, പ്രായം, സ്ത്രീ പുരുഷ അനുപാതം, സാമൂഹിക സാമ്പത്തിക സ്ഥിതികൾ എന്നിവ ശേഖരിക്കുകയും വിശകലനം ചെയ്യുകയും ഇടവേളകളിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്നു. ഈ പ്രക്രിയയാണ് പോപ്പുലേഷൻ സെൻസസ് അഥവാ ജനസംഖ്യാ കണക്കെടുപ്പ് എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം. എവരി കൺട്രി കളക്ട് ഇൻഫർമേഷൻ അബൌട്ട് ദി നമ്പർ ഓഫ് പോപ്പുലേഷൻ, their age structure, sex, socio-economic status, and analyze and publish all these facts with a specific time of interval or specific interval period. It is known as population census. ഓരോ രാജ്യവും ആ രാജ്യത്തെ ജനങ്ങളുടെ എണ്ണം, പ്രായം, സ്ത്രീ പുരുഷാനുപാതം, സാമ്പത്തിക സാമൂഹിക സവിശേഷതകൾ എന്നിവയെ സംബന്ധിക്കുന്ന വിവരങ്ങൾ ശേഖരിക്കുകയും വിശകലനം ചെയ്യുകയും ഇടവേളകളിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തി അവ പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ്
പോപ്പുലേഷൻ സെൻസസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ എത്ര വർഷം കൂടുമ്പോഴാണ് സെൻസസ് നടത്തുന്നത്? എക്സാമിൻ ദി ഇന്റർവെൽ ഓഫ് പീരീഡ് ബിറ്റ്വീൻ 2 സെൻസസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ 2 സെൻസസുകൾക്കിടയിലുള്ള ഇന്റർവെൽ എത്ര കാലയളവാണ്? 10 years, 10 വർഷം കൂടുമ്പോഴാണ്. ലാസ്റ്റ് സെൻസസ് വാസ് മെയ്ഡ് ഇൻ 2011. 2011 ഏറ്റവും ഒടുവിലത്തെ സെൻസസ് നടന്നത്. നെക്സ്റ്റ് സെൻസസ് ഇൻ 2021. അതുകൊണ്ട് തന്നെ 10 വർഷം കഴിഞ്ഞ് 2021 അടുത്ത വർഷമാണ് നമ്മുടെ അടുത്ത സെൻസസ് നടക്കാൻ പോകുന്നത്. ദെൻ വാട്ട് ഈസ് ദി, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് ദി നീഡ് ഫോർ പോപ്പുലേഷൻ സെൻസസ്? എന്തിനാണ് ഇത്തരത്തിൽ കണക്കെടുക്കുന്നത്? ഭയങ്കര ചെലവേറിയ കാര്യമാണിത്. എന്തിനാണ് ഇത്തരത്തിൽ കണക്ക് എടുക്കുന്നത്? ഇത്തരത്തിൽ കണക്കെടുക്കുന്നതിന് കാരണങ്ങളുണ്ട്. അത് പരീക്ഷയ്ക്കൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. വാട്ട് ആർ ദി നീഡ്സ് ഫോർ ദി പോപ്പുലേഷൻ സെൻസസ്? പോപ്പുലേഷൻ സെൻസസിന്റെ നീഡ്സ് എന്തൊക്കെയാണ്? ഒന്ന്, ഇൻഫർമേഷൻസ് or it informs, that means the population census informs the availability of human resources in a country. ഒന്നാമത്തെ കാര്യം അതാണ്. ഇത്തരത്തിൽ കണക്കെടുക്കുന്നത് മൂലം ഒരു രാജ്യത്ത് എത്രമാത്രം മാനവ വിഭവശേഷി ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇറ്റ് ഇൻഫോംസ് ദി അവൈലബിലിറ്റി ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ഇൻ എ കൺട്രി. ഒരു രാജ്യത്ത് എത്രമാത്രം മാനവ വിഭവശേഷി ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ ഇത് സഹായിക്കുന്നു. 2, it depicts the extent of basic facilities required for the people. അതായത് ജനങ്ങൾക്ക് വേണ്ട അടിസ്ഥാന ആവശ്യങ്ങൾ എന്തൊക്കെയെന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്നു. വീടുള്ളവരിത്ര, വീടില്ലാത്തവരിത്ര, വിദ്യാഭ്യാസം ഉള്ളവരെത്ര, വിദ്യാഭ്യാസം ഇല്ലാത്തവരെത്ര, തൊഴിൽ രഹിതരിത്ര, തൊഴിൽ ഉള്ളവരിത്ര, ഇതൊക്കെ മനസ്സിലാക്കാൻ. അതായത് പോപ്പുലേഷൻ സെൻസസ് depicts the extent of basic facilities required for the people. ജനങ്ങൾക്ക് ആവശ്യമായ അടിസ്ഥാന ആവശ്യങ്ങൾ എന്തൊക്കെയെന്ന് മനസ്സിലാക്കാൻ പോപ്പുലേഷൻ സെൻസസ് സഹായിക്കുന്നു, അല്ലെങ്കിൽ ജനസംഖ്യാ കണക്കെടുപ്പ് സഹായിക്കുന്നു. അടുത്തത്, ക്വാണ്ടിഫൈസ് ദി ഗുഡ്സ് ആൻഡ് സർവീസസ് റിക്വയർഡ്. ഒരു രാജ്യത്ത് എത്രമാത്രം ജനങ്ങളുണ്ട്, ആ ജനങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങളും സേവനങ്ങളും എന്തൊക്കെയെന്ന് കണക്ക് കൂട്ടാൻ സഹായിക്കുന്നു. എത്ര പേരുണ്ടെന്ന്, ഇപ്പൊ ഒരു കല്യാണത്തിന് സദ്യക്ക് 100 പേര് വരുന്നു എന്ന് കാണുമ്പോഴേ അതിനനുസരിച്ചുള്ള സദ്യ ഒരുക്കാൻ കഴിയും എന്ന് പറയുന്നത് പോലെ 10 വർഷം കഴിയുമ്പോൾ, ഓരോ 10 വർഷം കഴിയുമ്പോഴും ഇന്ത്യയിൽ എത്ര ജനങ്ങൾ വർദ്ധിക്കുന്നു എന്ന് കണക്കാക്കി വേണം അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ കണ്ടെത്താൻ ഗവൺമെന്റിന് കഴിയുക. ക്വാണ്ടിഫൈസ് ദി ഗുഡ്സ് ആൻഡ് സർവീസസ് റിക്വയർഡ്. അതായത് ജനങ്ങൾക്ക് വർദ്ധിച്ചു വരുന്ന ജനങ്ങൾക്ക് ആവശ്യമായ, രാജ്യത്തെ ജനങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങളും സേവനങ്ങളും എത്രയെന്ന് മനസ്സിലാക്കാൻ ഈ പോപ്പുലേഷൻ സെൻസസ് സഹായിക്കുന്നു. ഇതിലെല്ലാം ഉപരി ഇറ്റ് ഡിറ്റർമിൻസ് ദി സോഷ്യോ ഇക്കണോമിക് ഡെവലപ്മെന്റ് പോളിസീസ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഗവൺമെന്റ് സാമ്പത്തിക സാമൂഹിക നയങ്ങൾ രൂപീകരിക്കുന്നത്. It helps, that means this population census helps the government to determine the socio-economic policies. ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലാണ് ഒരു രാജ്യത്തെ, ജനസംഖ്യാ കണക്കെടുപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ട സാമ്പത്തിക സാമൂഹിക നയങ്ങൾ ഗവൺമെന്റ് രൂപീകരിക്കുന്നത്. These are the needs for the population census or use of population census. ജനസംഖ്യാ കണക്കെടുപ്പിന്റെ ആവശ്യകത ഇതാണ് സൂചിപ്പിക്കുന്നത്. അടുത്ത ചോദ്യവും അതിന്റെ ആൻസറുമാണ് ഞാൻ പറഞ്ഞത്. ലോക കണക്കനുസരിച്ച്, ഐക്യരാഷ്ട്രസംഘടനയുടെ കണക്കനുസരിച്ച്, യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷന്റെ കണക്കനുസരിച്ച്, 2014 കണക്കനുസരിച്ച് 1/6 ഓഫ് ദി ടോട്ടൽ പോപ്പുലേഷൻ ഇൻ ദിസ് വേൾഡ് ബിലോങ്സ് ടു ഇന്ത്യ. ലോകത്തെ മൊത്തം ജനസംഖ്യയില് 1/6 പേരും ഇന്ത്യക്കാരാണ്. ജനസംഖ്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ഒറ്റ രാജ്യമുള്ള നമുക്ക് മുന്നിൽ, ദാറ്റ് ഈസ് ചൈന. ഇന്ത്യ റാങ്ക്സ് ദി സെക്കൻഡ് പൊസിഷൻ ആസ് റിഗാർഡ്സ് പോപ്പുലേഷൻ ഇൻ ദിസ് വേൾഡ്. ലോകത്ത് ജനസംഖ്യയിൽ 2ാം സ്ഥാനമാണ് ഇന്ത്യക്ക് ഉള്ളത്. ദെൻ വേൾഡ് പോപ്പുലേഷൻ ഡേ
ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനം എന്നാണ്. അടുത്ത ചോദ്യം അതാണ്, ഒരു മാർക്കിന്റെ. ജൂലൈ 11, ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനം. In 1989, the world population reached 500 crores. 1989, July 11, the world population reached 500 crores. To commemorate it, the United Nations Organization selected July 11th as World Population Day. 1989 ജൂലൈ മാസം 11 ലോക ജനസംഖ്യ 500 കോടി തികഞ്ഞു. ഇതിന്റെ സ്മരണാർത്ഥം ഐക്യരാഷ്ട്ര സംഘടനയാണ് ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനമായി തെരഞ്ഞെടുത്തത്. അപ്പോൾ ജൂലൈ 11 വേൾഡ് പോപ്പുലേഷൻ ഡേ. ദെൻ വാട്ട് ഈസ് ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ? അടുത്തത് ഇനി നമ്മൾ പഠിക്കുന്നത് ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ, ജനസാന്ദ്രത. ജനസാന്ദ്രത എന്നാൽ എന്ത്? ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ മീൻസ് ദി നമ്പർ ഓഫ് പോപ്പുലേഷൻ ഡ്വെല്ലിംഗ് ഇൻ എ സ്ക്വയർ കിലോമീറ്റർ ഏരിയ. ഒരു ചതുരശ്ര കിലോമീറ്ററിൽ അധിവസിക്കുന്ന ജനങ്ങളെയാണ് ജനസാന്ദ്രത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ മീൻസ് ദി നമ്പർ ഓഫ് പോപ്പുലേഷൻ ഓർ നമ്പർ ഓഫ് പീപ്പിൾ ഡ്വെല്ലിംഗ് ഇൻ എ സ്ക്വയർ കിലോമീറ്റർ ഏരിയ. ഒരു ചതുരശ്ര കിലോമീറ്ററിൽ അധിവസിക്കുന്ന ജനങ്ങളുടെ എണ്ണത്തെയാണ് ജനസാന്ദ്രത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നെക്സ്റ്റ്, പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ്, ജനസംഖ്യ വളർച്ചാ നിരക്ക്. ജനസംഖ്യ വളർച്ചാ നിരക്ക്. അടുത്ത ചോദ്യം എന്താണ്? ജനസംഖ്യ വളർച്ചാ നിരക്ക്. വാട്ട് ഈസ് ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ? എന്താണ് ജനസാന്ദ്രത എന്നായിരുന്നു അടുത്ത ചോദ്യം. ഒരുപാട് ചോദ്യങ്ങളുണ്ട്, എല്ലാം ചെറിയ ചെറിയ ചോദ്യങ്ങളാണ്. വാട്ട് ഈസ് ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ? സാന്ദ്രത എന്നാൽ എന്ത്? ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ മീൻസ് ദി പീപ്പിൾ ലിവിംഗ് ഇൻ എ സ്ക്വയർ കിലോമീറ്റർ ഏരിയ. ഒരു ചതുരശ്ര കിലോമീറ്ററിൽ അധിവസിക്കുന്ന ജനത്തെയാണ് ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ അല്ലെങ്കിൽ ജനസാന്ദ്രത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ്? എന്താണ് ജനസംഖ്യ വളർച്ചാ നിരക്ക് എന്ന് പറഞ്ഞാൽ? ജനസംഖ്യ വളർച്ചാ നിരക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ in a particular region in a particular period of time is known as population growth. Population growth എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജനസംഖ്യാ വളർച്ച എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത സ്ഥലത്ത് ഒരു നിശ്ചിത കാലയളവിൽ ജനസംഖ്യയിൽ ഉണ്ടാകുന്ന വർധനവ്. ഇപ്പൊ വള്ളികുന്നം പഞ്ചായത്തില് 1000 ജനങ്ങളാണ് ഉള്ളത്. 10 വർഷം കഴിഞ്ഞപ്പോൾ അത് 1500 അപ്പൊ ആ ഒരു നിശ്ചിത പ്രദേശത്ത്, ഇപ്പൊ ഇന്ത്യ എന്ന രാജ്യത്ത് 100 കോടിയായിരുന്നു, 110 കോടിയായി 10 കൊല്ലം കൊണ്ട്. അപ്പൊ അങ്ങനെ ഒരു നിശ്ചിത പ്രദേശത്ത് ഒരു നിശ്ചിത കാലയളവിൽ ഉണ്ടാകുന്ന ജനസംഖ്യയിലെ വർധനവിനെയാണ് പോപ്പുലേഷൻ ഗ്രോത്ത് എന്ന് പറയുന്നത്. അത് ഇറ്റ് ഈസ് കമ്പയർഡ് വിത്ത് ദി പ്രീവിയസ് സെൻസസ്. പഴയ സെൻസസുമായിട്ടാണ് അതിനെ കമ്പയർ ചെയ്യുന്നത്. ആൻഡ് ഈസ് കാൽക്കുലേറ്റഡ് ഇൻ പെർസെന്റേജ്. അതിനെ പെർസെന്റേജിലാണ് കണക്കാക്കുന്നത്, അല്ലെങ്കിൽ ശരാശരിയിലാണ് കണക്കാക്കുന്നത്. ഇറ്റ് ഈസ് പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ്. അതിനെയാണ് പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് എന്ന് വിളിക്കുന്നത്. There are 3 factors that influences the population growth rate. പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റിനെ സ്വാധീനിക്കുന്ന 3 ഘടകങ്ങൾ അത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത ഏറെയുള്ളതാണ്. Which are the factors that influences population growth rate? There are, ഏതൊക്കെയാണ് ജനസംഖ്യാ വളർച്ചാ നിരക്കിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ? അടുത്ത ചോദ്യം അതാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. What are the factors that influences population growth rate? ജനസംഖ്യാ വളർച്ചാ നിരക്കിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെ? അവ ഏതൊക്കെയാണ്? ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ് ആൻഡ് മൈഗ്രേഷൻ. ഇവ 3 ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ് ആൻഡ് മൈഗ്രേഷൻ. അതായത് ജനനനിരക്ക്, മരണനിരക്ക്, കുടിയേറ്റം. ജനനനിരക്ക്, മരണനിരക്ക്, കുടിയേറ്റം. എന്താ ജനനനിരക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വാട്ട് ഈസ് ബർത്ത് റേറ്റ്? ബർത്ത് റേറ്റ് മീൻസ്, ബർത്ത് റേറ്റ് ഈസ് ദി നമ്പർ ഓഫ് ലൈഫ്സ്. ദി നമ്പർ ഓഫ് ലൈഫ് പെർ 1000. 1000 പേർക്ക് എത്ര പേര് പുതുതായി ജനിക്കുന്നു എന്നുള്ള. അപ്പോൾ ഡെത്ത് റേറ്റ് എന്ന് പറയുമ്പോഴോ നമ്പർ ഓഫ് ഡെത്ത്സ് പെർ 1000. 1000-ന് എത്ര പേർ മരിക്കുന്നു എന്നുള്ളതാണ്. എന്താണ് മൈഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മൈഗ്രേഷൻ ഇസ് ദി സെറ്റിൽമെന്റ് ഓഫ് പീപ്പിൾ ഓഫ് എ റീജിയൻ ടു അനദർ റീജിയൻ.
ഒരു പ്രദേശത്തു നിന്നും മറ്റൊരു പ്രദേശത്തേക്ക് ആൾക്കാർ മാറി താമസിക്കുന്നതിനെയാണ് മൈഗ്രേഷൻ എന്ന് പറയുന്നത്. ഇത് മൂന്നും പോപ്പുലേഷൻ ഗ്രോത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ്. ജനസംഖ്യാ വളർച്ചയെ സ്വാധീനിക്കുന്നവയാണ്. ഏതൊക്കെയാ? ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ് ആൻഡ് മൈഗ്രേഷൻ. വാട്ട് ആർ ദി ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസസ് പോപ്പുലേഷൻ ഗ്രോത്ത്? ജനസംഖ്യാ വളർച്ചയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെ? അടുത്ത ചോദ്യം ഇതാണ്. അതിന്റെ ഉത്തരം ഇതാണ്: ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ് ആൻഡ് മൈഗ്രേഷൻ. ജനനനിരക്ക്, മരണനിരക്ക്, കുടിയേറ്റം. വെൻ ബർത്ത് റേറ്റ് ഇൻക്രീസസ് ആൻഡ് ഡെത്ത് റേറ്റ് ഡിക്രീസസ്, പോപ്പുലേഷൻ ഇൻക്രീസസ്. നമുക്കറിയാവുന്ന കാര്യമാണ്. ജനനനിരക്ക് കൂടുകയും മരണനിരക്ക് അതിനനുസരിച്ച് ഉയരുകയും ചെയ്യാതിരിക്കുമ്പോൾ ജനസംഖ്യ വർദ്ധിക്കും. വെൻ ഡെത്ത് റേറ്റ് ഇൻക്രീസസ് ആൻഡ് ബർത്ത് റേറ്റ് ഡിക്രീസസ്, പോപ്പുലേഷൻ ഡിക്രീസസ്. ജനനനിരക്ക് കുറയുകയും മരണനിരക്ക് കൂടുകയും ചെയ്യുമ്പോൾ ജനസംഖ്യ കുറയും. വെൻ ബർത്ത് റേറ്റ് ആൻഡ് ഡെത്ത് റേറ്റ് ആർ ദി സെയിം ഓർ ഈക്വൽ, ദർ ഈസ് നോ ചേഞ്ച് ഇൻ പോപ്പുലേഷൻ. ജനനിരക്കിനനുസരിച്ച് മരണനിരക്കും ഉണ്ടാകുമ്പോൾ ജനസംഖ്യ മാറ്റം ഉണ്ടാകുന്നില്ല. ദെൻ ഹൗ മൈഗ്രേഷൻ ഇൻഫ്ലുവൻസസ് പോപ്പുലേഷൻ ഗ്രോത്ത്? ജനസംഖ്യാ വളർച്ചയെ എങ്ങനെയാ മൈഗ്രേഷൻ അല്ലെങ്കിൽ കുടിയേറ്റം സ്വാധീനിക്കുന്നത്? ദി പോപ്പുലേഷൻ ഇൻക്രീസസ് in a place where there is high migration, and population decreases where the people migrate, where from the people migrate. എവിടെ നിന്നാണോ ജനങ്ങൾ കുടിയേറിയത് അവിടുത്തെ ജനസംഖ്യ കുറയും. To where they migrate, the population increase. എവിടേക്കാണോ അവർ കുടിയേറിയത് അവിടുത്തെ ജനസംഖ്യ വർദ്ധിക്കും. അതാണ് അടുത്ത ചോദ്യവും അതിന്റെ ഉത്തരവും. അടുത്തത് population structure. Population structure means the division of the population into various age groups. എന്താ പോപ്പുലേഷൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ? ജനസംഖ്യാ ഘടന എന്ന് പറഞ്ഞാൽ ജനസംഖ്യയെ വിവിധ ഗ്രൂപ്പുകളായി തിരിക്കലാണ്. വാട്ട് ഈസ് പോപ്പുലേഷൻ സ്ട്രക്ചർ? അടുത്ത ചോദ്യം അതാണ്. വാട്ട് ഈസ് പോപ്പുലേഷൻ സ്ട്രക്ചർ? എന്താണ് ജനസംഖ്യാ ഘടന എന്ന് പറഞ്ഞാൽ? അപ്പൊ അതിന്റെ ഉത്തരം ഇതാണ്: the division of population of a country into various age groups, mainly 3 groups. Children up to 14 years of age, then 15 to 59 age group and above 60. ഈ 3 ഗ്രൂപ്പുകളായിട്ട് പ്രധാനമായിട്ടും അങ്ങനെയാണ് ജനസംഖ്യയെ, ഒരു രാജ്യത്തെ ജനസംഖ്യ ഇങ്ങനെ 3 ഗ്രൂപ്പുകളായി തിരിക്കുക. 14 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ, 15 മുതൽ 59 വയസ്സ് വരെ പ്രായമുള്ള ആൾക്കാർ, 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ. ഈ 3 ഗ്രൂപ്പിൽ 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ, 15 മുതൽ 59 വയസ്സ് വരെ പ്രായമുള്ളവർ തിരിക്കുക. അതാണ് ഏജ് പോപ്പുലേഷൻ സ്ട്രക്ചർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. വിവിധ ഏജുകളായി തിരിക്കുക. അതിൽ തന്നെ 2 ഗ്രൂപ്പ് ആക്കുക അവരെ. 14 വയസ്സിൽ താഴെയുള്ളവരെ, 60 വയസ്സിന് മുകളിലുള്ളവരെ ഒരു ഗ്രൂപ്പിലും, ഇടയ്ക്കുള്ളവരെ മറ്റൊരു ഗ്രൂപ്പിലും. ഈ 14 വയസ്സിൽ താഴെയുള്ളവരെയും 60 വയസ്സിന് മുകളിലുള്ളവരെയും ഡിപ്പെൻഡൻസി ഗ്രൂപ്പിലാണ് ഉൾപ്പെടുത്തുന്നത്. ആശ്രയത്വ വിഭാഗത്തിലാണ്. 15 to 59, 15 മുതൽ 59 വയസ്സ് വരെയുള്ളവരെ പാർട്ടിസിപ്പന്റ് ഗ്രൂപ്പിലാണ് കൂട്ടുന്നത്. ദാറ്റ് മീൻസ് ദോസ് ഹു പാർട്ടിസിപ്പേറ്റ് ഇൻ പ്രൊഡക്ഷൻ, ഉൽപാദന മേഖലയിൽ പങ്കെടുക്കുന്നവര്, അധ്വാനിക്കാൻ ശേഷിയുള്ളവര്, കഴിവുള്ളവര്, അവരാണ് പാർട്ടിസിപ്പന്റ് ഗ്രൂപ്പ്. പാർട്ടിസിപ്പന്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഏത് ഗ്രൂപ്പാ? 15 to 59. 14 വയസ്സ് താഴെയുള്ള കുട്ടികളും 60 വയസ്സിന് മുകളിലുള്ളവരും ഡിപ്പെൻഡൻസി ഗ്രൂപ്പിൽ പെടുന്നവരാണ്. എന്ന് വെച്ചാൽ പാർട്ടിസിപ്പന്റ് ഗ്രൂപ്പിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നവരാണ്, ആശ്രയിച്ച് കഴിയുന്നവരാണ്. 15 വയസ്സിനും 59 വയസ്സിനും ഇടയിലുള്ളവരെ ആശ്രയിച്ചു കഴിയുന്നവരാണ്. അതുകൊണ്ടാണ് മറ്റ് 2 ഏജ് ഗ്രൂപ്പിലുള്ളവരെയും ഡിപ്പെൻഡൻസി ഗ്രൂപ്പിൽ പെടുത്തിയത്, ആശ്രയത്വ ഗ്രൂപ്പിൽ പെടുത്തിയത്. അപ്പോൾ ഒരു സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തിൽ ഡിപ്പെൻഡൻസി ഗ്രൂപ്പിൽ പെടുന്നവർ കൂടുന്നത് ദോഷമാണ്. പിന്നെ എന്തിലുള്ള ഗ്രൂപ്പാണ് കൂടേണ്ടത്? എണ്ണം കൂടേണ്ടത് ഏതിൻ്റെതാണ്? പാർട്ടിസിപ്പന്റ് ഗ്രൂപ്പിലുള്ളവരാണ്. കാരണം എന്താ? അധ്വാനശേഷി ഉള്ളവർ അവരാണ് കൂടുതലും. അപ്പൊ ഒരു രാജ്യത്ത് അധ്വാനശേഷി ഉള്ളവർ കൂടുതലും ഡിപ്പെൻഡൻസി റേറ്റിലുള്ളവർ കുറയുകയും ചെയ്യുമ്പോൾ രാജ്യത്ത് പ്രോഗ്രസ് ഉണ്ടാവും. നേരെ മറിച്ച് ഡിപ്പെൻഡൻസി റേഷ്യോയിലുള്ളവർ അല്ലെങ്കിൽ ഗ്രൂപ്പിലുള്ളവർ കൂടുകയും പാർട്ടിസിപ്പന്റ് ഗ്രൂപ്പ് കുറയുകയും ചെയ്യുമ്പോൾ രാജ്യത്ത് പുരോഗതി ഉണ്ടാവില്ല.
ഏജ് സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ള കാര്യം അതാണ്. സെക്സ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സെക്സ് റേഷ്യോ ഇസ് ദി നമ്പർ ഓഫ് ഫീമെയിൽസ് പെർ 1000 മെയിൽസ്. 1000 പുരുഷന്മാരിൽ ഒരു രാജ്യത്ത് എത്ര സ്ത്രീകളുണ്ട് എന്നതാണ് സെക്സ് റേഷ്യോ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സ്ത്രീ പുരുഷ അനുപാതം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്ത ചോദ്യം ഇതാണ്, വാട്ട് ഈസ് സെക്സ് റേഷ്യോ? എന്താണ് സ്ത്രീ പുരുഷ അനുപാതം എന്ന് പറഞ്ഞാൽ? സെക്സ് റേഷ്യോ ഈസ് ദി നമ്പർ ഓഫ് ഫീമെയിൽ ടു 1000 മെയിൽസ്. 1000 പുരുഷന്മാർക്ക് എത്ര സ്ത്രീകൾ ഒരു രാജ്യത്തുണ്ട് എന്നുള്ളതാണ് സെക്സ് റേഷ്യോ കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇത് ഇത്രയും നമ്മൾ പറഞ്ഞത് എന്തിന്റെ എക്സ്പ്ലനേഷൻസാ? ക്വാണ്ടിറ്റേറ്റീവ് ഫീച്ചേഴ്സിന്റെ, ഹ്യൂമൻ റിസോഴ്സിന്റെ ക്വാണ്ടിറ്റേറ്റീവ് ഫീച്ചേഴ്സിന്റെ സവിശേഷതകളാണ് പറഞ്ഞത്. ഇനി ക്വാളിറ്റേറ്റീവ് ഫീച്ചേഴ്സ് നമ്മൾ മുമ്പേ പറഞ്ഞു പ്രധാനമായിട്ടും 2 തരത്തിലാണ്. ഏതൊക്കെ? എഡ്യൂക്കേഷനും ഹെൽത്ത് കെയറും. എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് കെയർ. ഇത് കൂടാതെ അതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട് ട്രെയിനിങ്, സോഷ്യൽ ക്യാപിറ്റൽ എക്സെട്ര ഒക്കെ വരുന്നുണ്ട്. വിദ്യാഭ്യാസവും ആരോഗ്യ സുരക്ഷയുമാണ് പ്രധാനമായിട്ടും. അതുകൂടാതെ പരിശീലനവും സാമൂഹ്യ മൂലധനവും ഒക്കെ ചെറുതായിട്ട് പങ്കുവഹിക്കുന്നുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും 2 കാര്യങ്ങളാണ് ഓർത്തിരിക്കുക. ഏതൊക്കെ? എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് കെയർ, വിദ്യാഭ്യാസവും ആരോഗ്യ രക്ഷയും. ദെൻ അടുത്തൊരു ചോദ്യം, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്, വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഇൻ ഡെവലപ്പിംഗ് ഹ്യൂമൻ റിസോഴ്സ്? പ്രത്യേകം ശ്രദ്ധിക്കുക. വാട്ട് ആർ ദി അഡ്വാൻറ്റേജ് ഇൻ ഡെവലപ്പിംഗ് ഹ്യൂമൻ റിസോഴ്സ്? മാനവ വിഭവശേഷി വികസിപ്പിക്കുന്നതിന്റെ നേട്ടങ്ങൾ എന്തൊക്കെ? ഗുണങ്ങൾ എന്തൊക്കെ? മാനവ വിഭവശേഷി വികസിപ്പിക്കുന്നതിന്റെ നേട്ടങ്ങൾ എന്തൊക്കെ? വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഇൻ ഡെവലപ്പിംഗ് ഹ്യൂമൻ റിസോഴ്സ്? മാനവ വിഭവശേഷി വികസിപ്പിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട നേട്ടങ്ങൾ എന്തൊക്കെ? പുസ്തകത്തിലൊരു ഡയഗ്രം കൊടുത്തിട്ടുണ്ട്. ആ ഡയഗ്രത്തിൽ ഒരു 6 പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ആ 6 പോയിന്റാണ് അതിന്റെ ഉത്തരം. മാനവ വിഭവശേഷി വികസിപ്പിക്കുന്നതിന്റെ ഗുണങ്ങൾ. ചോദ്യവും ഉത്തരവുമായിട്ട് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതാം. 1, പ്രൊഡക്ടിവിറ്റി ഓഫ് ദി വർക്കേഴ്സ് ഇൻക്രീസസ്. മാനവ വിഭവശേഷി വികസിക്കുമ്പോൾ പ്രൊഡക്ടിവിറ്റി ഓഫ് ദി വർക്കേഴ്സ് ഇൻക്രീസസ്. ഒന്നാമത്തെ ഉത്തരവാദമാണ്. പ്രൊഡക്ടിവിറ്റി ഓഫ് ദി വർക്കേഴ്സ് ഇൻക്രീസസ്. തൊഴിലാളികളുടെ തൊഴിൽ ചെയ്യുന്നതിനുള്ള കഴിവ് വർദ്ധിക്കുന്നു. എന്നുവെച്ചാൽ തൊഴിലാളികളുടെ ഉൽപാദനശേഷി വർദ്ധിക്കുന്നു. 1. 2, ഇക്കണോമിക് ഇൻഇക്വാളിറ്റി ഈസ് റിമൂവ്ഡ് ഓർ റെഡ്യൂസ്ഡ്. സാമ്പത്തിക അസമത്വം കുറയ്ക്കുന്നതിന് അത് സഹായിക്കുന്നു. ഇക്കണോമിക് ഇൻഇക്വാളിറ്റി ഈസ് റെഡ്യൂസ്ഡ്. സാമ്പത്തിക അസമത്വം കുറയ്ക്കുന്നു. 2. 3, നാച്ചുറൽ റിസോഴ്സസ് യൂട്ടിലൈസ്ഡ് ഇഫക്റ്റീവ്ലി. മാനവ വിഭവശേഷി വികസിക്കുന്നത് മൂലം നാച്ചുറൽ റിസോഴ്സസ് യൂട്ടിലൈസ്ഡ് ഇഫക്റ്റീവ്ലി, പ്രകൃതി വിഭവങ്ങളെ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുന്നു. 5, മേക്ക് പോസിബിൾ ദി ഡെവലപ്മെന്റ് ആൻഡ് യൂസ് ഓഫ് അഡ്വാൻസ്ഡ് ടെക്നോളജി. മറ്റൊരു പ്രധാനപ്പെട്ട ഗുണം അതാണ്. മേക്ക് ഡെവലപ്മെന്റ് ഓഫ് ദി യൂസ് ഓഫ് അഡ്വാൻസ്ഡ് ടെക്നോളജി. മാനവശേഷി വികസിക്കുന്ന, മാൻ പവർ വികസിക്കുന്ന, ഹ്യൂമൻ റിസോഴ്സ് വികസിക്കുന്ന ഒരാൾക്ക് അഡ്വാൻസ്ഡ് ടെക്നോളജി ഉപയോഗിക്കാൻ കഴിയും. ഉയർന്ന സാങ്കേതിക വിദ്യ ഉപയോഗിക്കാൻ കഴിയും. അതാണ് മറ്റൊരു നേട്ടം. സോഷ്യൽ വെൽഫെയർ ഈസ് എൻഷ്വേർഡ്. മാനവ വിഭവശേഷി വികസിക്കുന്നതിന്റെ മറ്റൊരു നേട്ടം അതാണ്. സോഷ്യൽ വെൽഫെയർ ഈസ് എൻഷ്വേർഡ്. സാമൂഹ്യ ക്ഷേമം അതുവഴി ഉറപ്പുവരുത്താം. 6, എന്റർപ്രണവർഷിപ്പ് ഇംപ്രൂവ്സ്. വ്യക്തികളുടെ, രാജ്യത്തെ ജനങ്ങളുടെ എന്റർപ്രണവർഷിപ്പ് ഇംപ്രൂവ് ചെയ്യുന്നു. സംരംഭകത്വം വർദ്ധിക്കുന്നു. ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ ഇൻവെസ്റ്റ് ചെയ്യാനും അവിടെ പ്രവർത്തിക്കാനുമുള്ള പ്രചോദനശേഷി വർദ്ധിക്കുന്നു. ദീസ് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്. മാനവ വിഭവശേഷി വികസനത്തിന്റെ ഗുണങ്ങൾ ഈ പറഞ്ഞവയൊക്കെയാണ്, മേന്മകൾ ഈ പറഞ്ഞവയൊക്കെയാണ്. അതൊരു ചോദ്യത്തിന്റെ ഉത്തരമാണ്. ഇനി എഡ്യൂക്കേഷൻ ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്.
വിദ്യാഭ്യാസം എങ്ങനെയാണ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റിനെ സഹായിക്കുന്നത്, മാനവ വിഭവശേഷി വികസനത്തെ സഹായിക്കുന്നത്? നമുക്കറിയാം, എഡ്യൂക്കേഷൻ ഇംപ്രൂവ്സ് ദി സ്കിൽ ഓഫ് ദി പീപ്പിൾ. നാനാതരത്തിലും വ്യക്തികളുടെ വൈദഗ്ധ്യത്തെ വികസിപ്പിക്കുന്നതാണ് വിദ്യാഭ്യാസം. അപ്പൊ അതിനകത്ത് ഹൗ എഡ്യൂക്കേഷൻ ഇംപ്രൂവ്സ് ദി സ്കിൽ ഓഫ് ദി പീപ്പിൾ ഓർ മാൻ പവർ എന്ന് ചോദ്യം ചോദിച്ചാൽ പുസ്തകത്തിൽ ഒരു ഫ്ലോ ചാർട്ട് കൊടുത്തിട്ടുണ്ട്. എഡ്യൂക്കേഷൻ പറഞ്ഞ് താഴോട്ട് ആരോ മാർക്ക് കൊടുത്ത്. എഡ്യൂക്കേഷൻ ഇംപ്രൂവ്സ് ദി സ്കിൽ ഓഫ് ദി ഇൻഡിവിജ്വൽസ്. വിദ്യാഭ്യാസം ചെയ്യുന്നത് എന്താ? ഇംപ്രൂവ്സ് ദി സ്കിൽസ് ഓഫ് ദി ഇൻഡിവിജ്വൽസ്. വ്യക്തികളുടെ കഴിവിനെ അല്ലെങ്കിൽ വൈദഗ്ധ്യത്തെ വർദ്ധിപ്പിക്കുന്നു. അത് മാത്രമല്ല, ബെറ്റേഴ്സ് ദി ടെക്നോളജിക്കൽ നോഹൗ. ഒരു വ്യക്തിയിൽ ഒളിഞ്ഞു കിടക്കുന്ന സാങ്കേതികമായ അറിവിനെ മെച്ചപ്പെടുത്തുന്നു. വിദ്യാഭ്യാസത്തിലൂടെ ഒരു വ്യക്തിയിൽ ഒളിഞ്ഞു കിടക്കുന്ന സാങ്കേതിക അറിവിനെ മെച്ചപ്പെടുത്താൻ കഴിയുന്നു. ഹെൽപ്സ് ടു സെക്യൂർ ബെറ്റർ ജോബ് ആൻഡ് ഇൻകം. അതുപോലെ തന്നെ വിദ്യാഭ്യാസം എന്തിനു സഹായിക്കുന്നു? മെച്ചപ്പെട്ട തൊഴിൽ നേടുന്നതിനും വരുമാനം നേടുന്നതിനും സഹായിക്കുന്നു. ഓൾ ദീസ് ഇംപ്രൂവ്സ് ദി സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ്. ഇതെല്ലാം ഉണ്ടാകുമ്പോൾ ജനങ്ങളുടെ ജീവിത നിലവാരം വർദ്ധിക്കുന്നു. ഇതാണ് ആ ചോദ്യത്തിന്റെ ഉത്തരം. ഹൗ എഡ്യൂക്കേഷൻ കോൺട്രിബ്യൂട്ട്സ് ടു ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്. ചോദ്യം അതാണ്, ഹൗ എഡ്യൂക്കേഷൻ കോൺട്രിബ്യൂട്ട്സ് ടു ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്. എങ്ങനെയാണ് വിദ്യാഭ്യാസം മാനവ വിഭവശേഷി വികസനത്തെ സഹായിക്കുന്നത്? എഡ്യൂക്കേഷൻ ഹെൽപ്സ് ഇൻ ദി ഡെവലപ്മെന്റ് ഓർ ഇംപ്രൂവ്മെന്റ് ഓഫ് ഇൻഡിവിജ്വൽസ് സ്കിൽ. വ്യക്തികളുടെ കഴിവിനെ അല്ലെങ്കിൽ വൈദഗ്ധ്യത്തിനെ വികസിപ്പിക്കാൻ അത് സഹായിക്കുന്നു. ഇറ്റ് ബെറ്റേഴ്സ് ദി ടെക്നോളജിക്കൽ നോഹൗ ഓഫ് ദി ഇൻഡിവിജ്വൽസ്. വ്യക്തികളുടെ സാങ്കേതികമായ പരിജ്ഞാനത്തെ അല്ലെങ്കിൽ അറിവിനെ മെച്ചപ്പെടുത്തുന്നു. ആൻഡ് ഹെൽപ്സ് ടു സെക്യൂർ ബെറ്റർ ജോബ് ആൻഡ് ഇൻകം. മെച്ചപ്പെട്ട തൊഴിലും മെച്ചപ്പെട്ട വേതനവും ലഭിക്കുന്നതിന് സഹായിക്കുന്നു. ആൻഡ് ഇറ്റ് ഇംപ്രൂവ്സ് ദി സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ്. ഇത് ജനങ്ങളുടെ ജീവിത നിലവാരത്തെ മെച്ചപ്പെടുത്തുന്നു. ഇതാണ് എഡ്യൂക്കേഷൻ ചെയ്യുന്ന പ്രവൃത്തി. ദെൻ വാട്ട് ഈസ് ലിറ്ററസി ഓർ ലിറ്ററസി റേറ്റ്? അടുത്ത ചോദ്യം ഇതാണ്, വാട്ട് ഈസ് ലിറ്ററസി ഓർ ലിറ്ററസി റേറ്റ്? ലിറ്ററസി എന്ന് പറഞ്ഞാൽ എന്താ? സാക്ഷരത. ലിറ്ററസി മീൻസ് ദി നമ്പർ ഓഫ് പീപ്പിൾ in a country, those who have to read and write in their own language or mother tongue comprehensively. അർത്ഥം മനസ്സിലാക്കി, ആശയം മനസ്സിലാക്കി, മാതൃഭാഷയിൽ എഴുതാനും വായിക്കാനുമുള്ള കഴിവിനെയാണ് ലിറ്ററസി അഥവാ സാക്ഷരത എന്നതുകൊണ്ട് പറയുന്നത്. വാട്ട് ഈസ് ലിറ്ററസി റേറ്റ്? ദി ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിൾ ദോസ് ഹു ഹാവ് ലിറ്ററേറ്റ് ഇൻ എ country or percentage of total number of people in a country those who have literacy. ഒരു രാജ്യത്തെ ജനങ്ങളിൽ എത്ര ശതമാനം പേര് അത്തരത്തിൽ സാക്ഷരരാണ് എന്നുള്ളതാണ് ലിറ്ററസി റേറ്റ് അല്ലെങ്കിൽ സാക്ഷരതാ നിരക്ക് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. Then what are the projects? Various projects are introduced by the government from time to time to improve education and human resource. കാലാകാലങ്ങളിലായി വിവിധ ഗവൺമെന്റുകൾ സ്വാതന്ത്ര്യാനന്തരം നമ്മുടെ രാജ്യത്ത് വിദ്യാഭ്യാസത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ഒത്തിരി പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. ആ ഒത്തിരി പദ്ധതികൾ പുസ്തകത്തിൽ വളരെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. വിച്ച് ആർ ദി മേജർ പ്രോജക്ട്സ്? ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് ആർ ദി മേജർ പ്രോജക്ട്സ് ഇംപ്ലിമെന്റഡ് ഇൻ ഇന്ത്യ ടു ഡെവലപ്പ് എഡ്യൂക്കേഷൻ ആൻഡ് സ്കിൽസ്? ചോദ്യം അതാണ്. ചിലപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്ന് മാത്രം എടുത്ത് ചോദിക്കാം. നമ്മൾ ഒറ്റ ക്വസ്റ്റിന്റെ ആൻസർ ആയിട്ടാണ് അത് എഴുതുന്നത് അല്ലെങ്കിൽ പഠിക്കേണ്ടത്. അതിനകത്ത് ചെറിയ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഓരോന്നെടുത്തും ചോദിക്കാം. വിച്ച് ആർ ദി പ്രോജക്ട്സ് ഇംപ്ലിമെന്റഡ് ഇൻ ഇന്ത്യ ടു ഡെവലപ്പ് എഡ്യൂക്കേഷൻ ആൻഡ് സ്കിൽ? വിദ്യാഭ്യാസവും നൈപുണിയും വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യയിൽ ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുള്ള വിവിധ പദ്ധതികൾ ഏതെല്ലാം? ഇതാണ് ചോദ്യമായി എഴുതേണ്ടത്. വിദ്യാഭ്യാസവും നൈപുണിയും വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യയിലെ ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുള്ള വിവിധ പദ്ധതികൾ ഏതെല്ലാം? 1 മുതൽ എടുക്കണം. താഴെ അറ്റത്തെ തട്ടിലുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രായം കുറഞ്ഞവർക്കുള്ളതാണ് ICDS, ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സ്കീം. ICDS, ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സ്കീം, സംയോജിത
ശിശു വികസന സേവന പരിപാടി എന്ന് മലയാളത്തിൽ പറയും. സംയോജിത ശിശു വികസന സേവന പരിപാടി, ICDS, ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് ചൈൽഡ് ഡെവലപ്മെന്റ് സ്കീം. ഇതെന്തിനു വേണ്ടിയിട്ടുള്ള? ടു എൻഷുർ ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് ഓഫ് ചിൽഡ്രൻ അപ് ടു 6 years, 6 വയസ്സുവരെയുള്ള. അപ്പോൾ ഒരു ഹെഡിങ് ഇതിന്റെ ഉത്തരം എഴുതുമ്പോൾ ഒന്നാമത്തത് ICDS, ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സ്കീം എന്ന് ഹെഡിങ് എഴുതുക. എന്നിട്ട് അതിന്റെ ലക്ഷ്യങ്ങൾ എഴുതുക. അതിന്റെ ലക്ഷ്യം 1, ടു എൻഷുർ ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് ഓഫ് ചിൽഡ്രൻ അപ് ടു 6 years, 6 വയസ്സുവരെയുള്ള കുട്ടികളുടെ സമഗ്രമായ വികസനമാണ് ഉദ്ദേശിക്കുന്നത്. രണ്ടാമതായിട്ടോ, ടു പ്രൊവൈഡ് ഹെൽത്ത് കെയർ ഫോർ പ്രഗ്നന്റ് ആൻഡ് ലാക്ടേറ്റിംഗ് വിമൻ, ഗർഭിണികളും മുലയൂട്ടുന്നതുമായ അമ്മമാരുടെ ഹെൽത്ത് കെയർ, ആരോഗ്യ സംരക്ഷണവും ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. ഈ 2 ലക്ഷ്യങ്ങൾ അതിനെക്കുറിച്ച് എഴുതണം. എന്നിട്ട് രണ്ടാമതായിട്ട് SSA, സർവശിക്ഷാ അഭിയാൻ, സർവശിക്ഷാ അഭിയാൻ SSA. എന്നിട്ട് അതുകൊണ്ട് അടുത്തൊരെണ്ണമുണ്ട് RMSA, രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ. ഇതിപ്പോ രണ്ടും കൂടെ ഒന്നിച്ചു ചേർത്തിട്ടുണ്ട്, മനസ്സിലായല്ലോ? ഇത് രണ്ടും കൂടെ ഒന്നിച്ചു ചേർത്തിട്ടുണ്ട്. സർവശിക്ഷാ അഭിയാൻ എന്ന് പറയുന്നത് ടു എൻഷുർ യൂണിവേഴ്സൽ പ്രൈമറി എഡ്യൂക്കേഷൻ ടു ആൾ, അതായത് 6 വയസ്സ് കഴിഞ്ഞാൽ പ്രാഥമിക വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടി, എല്ലാവർക്കും പ്രാഥമിക വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടി രൂപീകരിച്ച സ്കീമാണ്. ടു ഇംപ്രൂവ് എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസ്, അങ്ങനെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ആവശ്യമായ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്നതാണ് അതുകൊണ്ട് അർത്ഥമാക്കിയത്. അതായത് പ്രൈമറി സ്കൂളുകൾ മുതൽ UP സ്കൂളുകൾ വരെയുള്ള മേഖലകളിൽ. രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ, രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ എന്ന് പറയുമ്പോൾ ടു എൻഷുർ ആക്സസ് ടു സെക്കൻഡറി എഡ്യൂക്കേഷൻ, സെക്കൻഡറി എഡ്യൂക്കേഷന്റെ ലഭ്യത ഉറപ്പുവരുത്തുകയായിരുന്നു അതിന്റെ ലക്ഷ്യം. ഇപ്പൊ ഇത് രണ്ടും കൂടെ ചേർത്ത് ഒന്നാക്കിയിട്ടുണ്ട്. SSAയുടെ കീഴിലായിട്ടുണ്ട് ഇത് രണ്ടും. ഏതൊക്കെ? സെക്കൻഡറിയും പ്രൈമറിയും കൂടെ SSAയും RMSAയും കൂടെ ഒന്നാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ RMSAയുടെ രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ എന്ന പ്രോജക്ടിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ടു എൻഷുർ ആക്സസ് ടു സെക്കൻഡറി എഡ്യൂക്കേഷൻ, സെക്കൻഡറി എഡ്യൂക്കേഷന് എല്ലാവർക്കും ഉറപ്പ് വരുത്തുക. ടു ഇംപ്രൂവ് എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസ്, സെക്കൻഡറി മേഖലയിലുള്ള വിദ്യാഭ്യാസ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്നതായിരുന്നു അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇനി അതിനും മേലെ RUSA, രാഷ്ട്രീയ ഉച്ചതൽ ശിക്ഷാ അഭിയാൻ, ഉന്നത വിദ്യാഭ്യാസം, രാഷ്ട്രീയ ഉച്ചതൽ ശിക്ഷാ അഭിയാൻ. അതിന്റെ ലക്ഷ്യം എന്താ? ടു ഇൻക്രീസ് ദി ആക്സസ് ടു ഹയർ എഡ്യൂക്കേഷൻ, ഉന്നത വിദ്യാഭ്യാസത്തിന് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുക. ടു ഇംപ്രൂവ് ദി ക്വാളിറ്റി ഓഫ് ഹയർ എഡ്യൂക്കേഷൻ, ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഗുണമേന്മ മെച്ചപ്പെടുത്തുക. ഇതാണ് RUSA, രാഷ്ട്രീയ ഉച്ചതൽ ശിക്ഷാ അഭിയാൻ. അതിന്റെ ലക്ഷ്യങ്ങൾ ഈ പറഞ്ഞതാണ്. ടു ഇൻക്രീസ് ദി ആക്സസ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ, കൂടുതൽ പേർക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുക. അതോടൊപ്പം തന്നെ ടു ഇംപ്രൂവ് ദി ക്വാളിറ്റി ഓഫ് ഹയർ എഡ്യൂക്കേഷൻ, ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കുക. ഇനി ഇതുകൂടാതെ വേറൊരു പ്രധാന പ്രോജക്റ്റ് കൂടിയുണ്ട്. നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് മോണിറ്ററി റിവാർഡ് സ്കീം. മുകളിൽ പറഞ്ഞവയൊക്കെ കൂടാതെയുള്ളതാണ്. അതും വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്. നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് മോണിറ്ററി റിവാർഡ് സ്കീം എന്നത്, നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് മോണിറ്ററി റിവാർഡ് സ്കീം എന്ന ഒരു വലിയ ബൃഹത്തായ പദ്ധതി ഉണ്ട്. അതിന്റെ ലക്ഷ്യം എന്താ? ടു ഇംപ്രൂവ് ദി വർക്കിംഗ് സ്കിൽസ് ഓഫ് ദി യൂത്ത്, ചെറുപ്പക്കാരുടെ തൊഴിൽ വൈദഗ്ധ്യം വർദ്ധിപ്പിക്കുക. അതിന്റെ ലക്ഷ്യം അതാണ്. കുറെ സബ്ജക്ട് മാത്രം പഠിച്ചു പോകാതെ ചെറുപ്പക്കാരായ ആൾക്കാരുടെ തൊഴിൽ വൈദഗ്ധ്യം വർദ്ധിപ്പിക്കുക. ടു എൻഷുർ ദി അവൈലബിലിറ്റി ഓഫ് പീപ്പിൾ വിത്ത് എംപ്ലോയബിൾ സ്കിൽസ്, തൊഴിൽ നൽകാൻ പ്രാപ്തരായ ചെറുപ്പക്കാരെ പ്രദാനം ചെയ്യുക. എന്ന് വെച്ചാൽ പ്രധാനമായിട്ടും ITIകൾ, അതുപോലെ തന്നെ പോളിടെക്നിക് കോളേജുകൾ, എഞ്ചിനീയറിംഗ് കോളേജുകൾ തുടങ്ങിയവയൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നവയാണ്. തൊഴിൽ പരിശീലനം നൽകുക, തൊഴിൽ ചെയ്യാനുള്ള വൈദഗ്ധ്യമുള്ള ചെറുപ്പക്കാരെ
സൃഷ്ടിക്കുക സാങ്കേതികമായി എന്നതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതൊരു ചോദ്യത്തിന്റെ ആൻസറാണ്. For that, the central government established നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. അതിനു വേണ്ടിയിട്ട് ഒരു കോർപ്പറേഷൻ തന്നെ രൂപീകരിച്ചിട്ടുണ്ട്, നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്ന പേരിൽ. അപ്പൊ അങ്ങനെ വിദ്യാഭ്യാസ മേഖലയിൽ ഗവൺമെന്റ് സെക്ടറിലും പബ്ലിക് സെക്ടറിലും പ്രൈവറ്റ് സെക്ടറിലുമായി, ഗവൺമെന്റിലും സ്വകാര്യ മേഖലയിലുമായി സ്കൂൾസ് ഉണ്ട്, കോളേജസ് ഉണ്ട്, എയ്ഡഡ് ഉണ്ട്, അൺഎയ്ഡഡ് ഉണ്ട്, ഗവൺമെന്റ് തലത്തിലുണ്ട്, എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട്, ടെക്നിക്കൽ സ്കൂളുകളുണ്ട്, ITകളുണ്ട്, പോളിടെക്നിക് കോളേജുകളുണ്ട്. അപ്പൊ അത്തരത്തിൽ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ധാരാളം സ്ഥാപനങ്ങളുണ്ട്. ഇൻ അഡീഷൻ ടു ഇറ്റ്, ഗവൺമെന്റ് പാസ്ഡ് സെവറൽ ലോസ് ഫ്രം ടൈം ടു ഇംപ്രൂവ് എഡ്യൂക്കേഷൻ. വിദ്യാഭ്യാസത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ഗവൺമെന്റ് കാലാകാലങ്ങളായി ഒത്തിരി നിയമങ്ങളും പാസാക്കിയിട്ടുണ്ട്. അടുത്ത ചോദ്യം ഇതാണ്: Which act ensures education as a fundamental right? Or through which act education was made as a fundamental right? ഏത് നിയമം അനുസരിച്ചാണ് വിദ്യാഭ്യാസത്തെ മൗലികമായ അവകാശത്തിന്റെ ഭാഗം ആക്കിയത്? ഒരു ചോദ്യമാണ്. Which act made education as a fundamental right? ഏത് നിയമമാണ് വിദ്യാഭ്യാസം മൗലികാവകാശം ആക്കിയത്? നിയമത്തിന്റെ പേര് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്, RTE ആക്ട് ഓഫ് 2009. 2009 റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്, വിദ്യാഭ്യാസ അവകാശ നിയമം അനുസരിച്ചാണ് വിദ്യാഭ്യാസം മൗലികാവകാശമാക്കപ്പെട്ടത്. ഒരു ചോദ്യം, 8 മാർക്കുള്ള ചോദ്യമാണ്. Which act made education as a fundamental right? ഉത്തരം എന്താ? റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് ഓഫ് 2009. 2009 വിദ്യാഭ്യാസ അവകാശ നിയമത്തിലൂടെയാണ് വിദ്യാഭ്യാസം മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ പെടുത്തിയത്. ഇതിന്റെ ലക്ഷ്യം എന്താണ്? There is a slogan behind it. Elementary education for all. ആത്യന്തിക ലക്ഷ്യം അതാ, എലമെന്ററി എഡ്യൂക്കേഷൻ ഫോർ ആൾ. റൈറ്റ് ടു എഡ്യൂക്കേഷന്റെ ആത്യന്തിക ലക്ഷ്യമാണ്, സ്ലോഗനാണ്, മുദ്രാവാക്യമാണ് എലമെന്ററി എഡ്യൂക്കേഷൻ ഫോർ ആൾ. എല്ലാവർക്കും പ്രാഥമിക വിദ്യാഭ്യാസം, പ്രാഥമിക വിദ്യാഭ്യാസം എല്ലാവർക്കും നൽകുക. ഇനി അടുത്തൊരു ചോദ്യം: വാട്ട് ആർ ദി പ്രോബ്ലംസ് ഫേസിംഗ് എഡ്യൂക്കേഷൻ സെക്ടർ ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ വിദ്യാഭ്യാസ മേഖല അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെ? വാട്ട് ആർ ദി പ്രോബ്ലംസ് സ്റ്റിൽ എക്സിസ്റ്റ് ഇൻ ഇന്ത്യ ഇൻ എഡ്യൂക്കേഷൻ സെക്ടർ? വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പോഴും അവശേഷിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെ? വാട്ട് ആർ ദി പ്രോബ്ലംസ് സ്റ്റിൽ എക്സിസ്റ്റ് ഇൻ ഇന്ത്യ ഇൻ എഡ്യൂക്കേഷൻ സെക്ടർ? അടുത്ത ചോദ്യം: വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പോഴും ഇന്ത്യയിൽ അവശേഷിക്കുന്ന പ്രശ്നങ്ങൾ, ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ഒരു 2-3 പ്രശ്നങ്ങളെ കുറിച്ച് നമുക്ക് പറയാം. Certain sections drop out from school without completing primary education. ഒന്നാമത്തെ പ്രശ്നം അതാ, ഇന്ത്യ ആകെ അഭിമുഖീകരിച്ചിരിക്കുന്ന പ്രശ്നം. നമ്മുടെ സംസ്ഥാനത്തൊക്കെ കുറവാണെങ്കിലും certain sections drop out, അതായത് സ്കൂളിൽ നിന്ന് ഒരു വിഭാഗം കൊഴിഞ്ഞു പോകുന്നു. വിത്തൗട്ട് കംപ്ലീറ്റിംഗ് പ്രൈമറി എഡ്യൂക്കേഷൻ, പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നതിന് മുമ്പ് കൊഴിഞ്ഞു പോകുന്നു, കംപ്ലീറ്റ് ചെയ്യുന്നില്ല. അതാണ് ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, there is lack of availability of basic facilities in the education sector. നമ്മുടെ സംസ്ഥാനത്ത് ഒത്തിരി ഭേദമാണ്, മറ്റു പല സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒത്തിരി ഭേദമാണ്. നമ്മുടെ ഒത്തിരി സംവിധാനങ്ങളുണ്ട്, പക്ഷേ മറ്റു പലയിടത്തും ഇരുന്ന് പഠിക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വളരെ കുറവാണ്. അതാണ് രണ്ടാമത്തെ പ്രശ്നം, അടിസ്ഥാന സൗകര്യ ലഭ്യതയിലുള്ള കുറവ്. മൂന്നാമത്തത്, ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ഹാസ് ടു ബി ഇംപ്രൂവ്ഡ്. വിദ്യാഭ്യാസത്തിന്റെ ഗുണമേന്മ ഇനിയും വർദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എന്നുവെച്ചാൽ ഗുണമേന്മ കുറവാണെന്നർത്ഥം. ദീസ് ആർ ദി മേജർ പ്രോബ്ലംസ് സ്റ്റിൽ ഇൻ എക്സിസ്റ്റൻസ് ഇൻ ദി എഡ്യൂക്കേഷണൽ സെക്ടർ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പോഴും അവശേഷിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഇവയൊക്കെയാണ്. ഇതായിരുന്നു അടുത്ത ചോദ്യം. അടുത്തത് ക്വാളിറ്റേറ്റീവ് മെഷേഴ്സിലെ ഹെൽത്ത് കെയർ ആണ്. ഹെൽത്ത് കെയർ ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്.
അതായത് ആരോഗ്യരക്ഷയും മാനവ വിഭവശേഷി വികസനവും. എന്താ ആരോഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അക്കോർഡിംഗ് ടു WHO, അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ഐക്യരാഷ്ട്രസംഘടനയുടെ ഉപഘടകമായ ലോകാരോഗ്യ സംഘടനയുടെ അഭിപ്രായത്തിൽ ഹെൽത്ത് ഈസ് എ ഫിസിക്കൽ ഹെൽത്ത് ഈസ് എ കണ്ടീഷൻ ഓഫ് ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ്. അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്ത് ഈസ് എ സ്റ്റേറ്റ് ഓഫ് ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ്. ചോദ്യം ഇതാണ്, വാട്ട് ഈസ് ഹെൽത്ത് എന്ന് ചോദിച്ചാൽ നമുക്ക് ഇങ്ങനെ പറയാം, വാട്ട് ഈസ് ഹെൽത്ത്, എന്താണ് ആരോഗ്യം? അക്കോർഡിംഗ് ടു വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഓർ WHO, health is a state of physical, mental and social well-being. ലോകാരോഗ്യ സംഘടനയുടെ അഭിപ്രായത്തിൽ ശാരീരികവും മാനസികവും സാമൂഹികവുമായ നല്ല അവസ്ഥയെയാണ് ആരോഗ്യം എന്ന് വിളിക്കുന്നത്. അതാണ് അടുത്ത ചോദ്യം. Then next question, how healthy persons can participate in the progress of a country? പുസ്തകത്തിലുണ്ടായ ചോദ്യങ്ങളൊക്കെ തന്നെ വായിച്ചു നോക്കുമ്പോൾ കാണാം. ഹൗ ഹെൽത്തി പേഴ്സൺസ് ക്യാൻ കോൺട്രിബ്യൂട്ട് ഓർ പാർട്ടിസിപ്പേറ്റ് ഇൻ ദി പ്രോഗ്രസ് ഓഫ് ദി കൺട്രി. ആരോഗ്യമുള്ള വ്യക്തികൾ രാജ്യത്തിന്റെ പുരോഗതിക്ക് എങ്ങനെ പങ്കാളികളാവും? ആരോഗ്യമുള്ള വ്യക്തികൾ അല്ലെങ്കിൽ പൗരന്മാർ രാജ്യ പുരോഗതിക്ക് എങ്ങനെ പങ്കാളികളാകും? അടുത്ത ചോദ്യം അതാണ്, how healthy persons participate in the progress of a country. ഒരു 3-4 കാര്യങ്ങളുണ്ട്. പ്രൊഡക്ഷൻ ഇൻക്രീസ്. ഇഫ് there is health to the people of a country, production increases with increase in efficiency and number of working days. അതായത് വ്യക്തികളുടെ കഴിവ് വികസിക്കുമ്പോൾ, വിദ്യാഭ്യാസത്തിലൂടെയും ആരോഗ്യത്തിലൂടെയും വ്യക്തികളുടെ കഴിവ് വികസിക്കുമ്പോൾ അല്ലെങ്കിൽ ആരോഗ്യം വർദ്ധിക്കുമ്പോൾ അവരെ സംബന്ധിച്ചോളം തൊഴിലാളികളുടെ കഴിവ്, ഉൽപാദനശേഷി വർദ്ധിക്കും. വർക്ക് ചെയ്യുന്ന ദിനങ്ങളുടെ എണ്ണവും വർദ്ധിക്കും. ഇപ്പൊ 10 ദിവസം അല്ലെങ്കിൽ ഒരു മാസം 30 ദിവസം പണിയെടുക്കാനുള്ള കഴിവ് ആരോഗ്യം ഉണ്ടെങ്കിലേ കിട്ടും. കൂടുതൽ സമയം പണിയെടുക്കണമെങ്കിലും ആരോഗ്യം ഉണ്ടെങ്കിലേ പറ്റും. അപ്പൊ ആരോഗ്യമുള്ള ഒരാൾക്ക് കൂടുതൽ നേരം, കൂടുതൽ ദിവസങ്ങൾ പണിയെടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രത്യേകത. 2, നാച്ചുറൽ റിസോഴ്സ് ക്യാൻ ബി യൂട്ടിലൈസ്ഡ് പ്രോപ്പർലി. പ്രകൃതി വിഭവങ്ങളെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ കഴിയും. അതാണ് ആരോഗ്യം മെച്ചപ്പെടുന്നതിന്റെ മറ്റൊരു ഗുണം. മെഡിക്കൽ എക്സ്പെൻസസ് ക്യാൻ ബി റെഡ്യൂസ്ഡ്. 3ാമത്തെ ഗുണം അതാണ്, ദെയർബൈ റെഡ്യൂസിംഗ് ദി ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ. ഗവൺമെന്റിന്റെ മാത്രമല്ല ഇൻഡിവിജ്വൽ എക്സ്പെൻഡിച്ചറും കുറയ്ക്കാം. ആരോഗ്യം മെച്ചപ്പെട്ടാൽ ചികിത്സയ്ക്കുള്ള ചെലവ് കുറയും. അത് വ്യക്തിയുടെയും ഗവൺമെന്റിന്റെയും ചെലവിനെ കുറയ്ക്കും. അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട നേട്ടം. അതിലെല്ലാം ഉപരി ഇക്കണോമിക് ഡെവലപ്മെന്റ് ഈസ് പോസിബിൾ ത്രൂ ഇൻക്രീസ് ഇൻ പ്രൊഡക്ഷൻ. ഉൽപാദനം വർദ്ധിക്കുമ്പോൾ സാമ്പത്തികമായ നേട്ടവും ഉണ്ടാവും. ദാറ്റ് മീൻസ് ഇൻക്രീസ് ഇൻ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ്. ജീവിത നിലവാരത്തിലും മെച്ചമുണ്ടാവും. ഇതാണ് അതിന്റെ ഉത്തരം. ഹൗ ഹെൽത്തി പേഴ്സൺസ് ക്യാൻ പാർട്ടിസിപ്പേറ്റ് ഇൻ ദി പ്രോഗ്രസ് ഓഫ് എ കൺട്രി. ഒരു രാജ്യത്തിന്റെ വികസനത്തിന്, പ്രൊഡക്ഷന്റെ ആരോഗ്യമുള്ള വ്യക്തികൾക്ക് എന്താണ് ചെയ്യാൻ കഴിയുക എന്നതിന്റെ ഉത്തരം അതാണ്. അതിനെന്തൊക്കെ വേണം? ആരോഗ്യം മെച്ചപ്പെടണമെങ്കിൽ എന്തൊക്കെ വേണം? വാട്ട് ആർ ദി മെഷേഴ്സ് ഫോർ ദി ഡെവലപ്മെന്റ് ഓഫ് ഹെൽത്ത്? അതും പുസ്തകത്തിലുണ്ട്, ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതാണ് അടുത്ത ചോദ്യം. വാട്ട് ആർ ദി മെഷേഴ്സ് ടു ബി അഡോപ്റ്റഡ് ടു ഇംപ്രൂവ് ഹെൽത്ത്? ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് സ്വീകരിക്കേണ്ട മാർഗങ്ങൾ എന്തൊക്കെ? അവൈലബിലിറ്റി ഓഫ് ന്യൂട്രീഷ്യസ് ഫുഡ്. ഒന്നാമത് വേണ്ടത് പോഷകാംശമുള്ള ആഹാരമാണ്. 2, അവൈലബിലിറ്റി ഓഫ് ക്ലീൻ വാട്ടർ. ശുദ്ധജല ലഭ്യതയാണ് രണ്ടാമത് ഉണ്ടാവേണ്ടത്. 3, പ്രിവെന്റീവ് മെഷേഴ്സ്. 3ാമത് എന്ത് വേണം? രോഗപ്രതിരോധ നടപടികൾ സ്വീകരിക്കണം.
4 ക്ലീൻലിനെസ്, ശുചിത്വം. 5 മെഡിക്കൽ ഫെസിലിറ്റീസ്, രോഗമുണ്ടായാൽ ചികിത്സിക്കാനുള്ള ചികിത്സാ സൗകര്യങ്ങൾ ഉണ്ടാവണം. എൻഷുറിംഗ് ഓഫ് ലെഷർ ആൻഡ് എന്റർടൈൻമെന്റ്, അടുത്തതായിട്ട് വേണ്ടത് എന്താ? ശാരീരികവും മാനസികവുമായ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് സഹായിക്കുന്നതാണ് എൻഷുറിംഗ് ഓഫ് എന്റർടൈൻമെന്റ് ആൻഡ് ലെഷർ. വിശ്രമവും വിനോദവും ഉണ്ടാവണം ആരോഗ്യം മെച്ചപ്പെടണമെങ്കിൽ. ഇതിൽ എല്ലാം കൂടാതെ ഹെൽത്തി എൻവയോൺമെന്റ്, ആരോഗ്യകരമായ പരിസ്ഥിതി ഉണ്ടാവണം. പരിസ്ഥിതി എന്ന് പറഞ്ഞാൽ എന്താ? എൻവയോൺമെന്റ് ഇൻക്ലൂഡ്സ് ഓൾ ദി ലിവിംഗ് ആൻഡ് നോൺ ലിവിംഗ് എലമെന്റ്സ് ഫോർ ദി വെരി എക്സിസ്റ്റൻസ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ്. മനുഷ്യന്റെ നിലനിൽപ്പിന് അനിവാര്യമായ ജൈവികവും അജൈവികവുമായ എല്ലാ ഘടകങ്ങളെയും ചേർത്താണ് നമ്മൾ എൻവയോൺമെന്റ് അല്ലെങ്കിൽ പരിസ്ഥിതി എന്ന് പറയുന്നത്. ആ പരിസ്ഥിതി ആരോഗ്യകരമായിരിക്കണം, എങ്കിലേ നമ്മുടെ ആരോഗ്യവും മെച്ചപ്പെടും. അപ്പൊ ആ ചോദ്യത്തിന്റെ ആൻസർ അതാണ്. ഇനി അടുത്ത ചോദ്യം, വാട്ട് ആർ ദി മേജർ ഫെസിലിറ്റീസ് അറ്റ് ഡിഫറന്റ് ലെവൽസ് ദാറ്റ് വർക്ക്സ് ഇൻ ഇന്ത്യ ഇൻ മെഡിക്കൽ ഫീൽഡ്? മെഡിക്കൽ മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ ഇന്ത്യയിൽ നിലനിൽക്കുന്ന വിവിധ തട്ടുകളിലുള്ള സ്ഥാപനങ്ങൾ ഏതൊക്കെ? അതാണ് അടുത്ത ചോദ്യം. വിച്ച് ആർ ദി മേജർ ലെവൽസ് ഓഫ് മെഡിക്കൽ ഫെസിലിറ്റീസ് ദാറ്റ് എക്സിസ്റ്റ് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ വിവിധ തട്ടുകളിൽ ആരോഗ്യ മേഖലയിൽ നിലനിൽക്കുന്ന സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഘടകങ്ങൾ ഏതൊക്കെ? അതിൽ ഒന്നാമത്തേത് എയിംസ്, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. ഒന്നാമത്തത് എന്താ? ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഏറ്റവും ടോപ്പിലുള്ളതാണ്. അത് കഴിഞ്ഞാൽ സംസ്ഥാനങ്ങളിലേക്ക് വന്നാൽ സംസ്ഥാനങ്ങളിൽ ഏറ്റവും ഉയർന്ന നിലയിലുള്ളതാണ് മെഡിക്കൽ കോളേജസ്. മെഡിക്കൽ കോളേജിന് താഴെയുള്ളവയാണ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ്, ജില്ലാ ആശുപത്രികൾ എന്ന് പറയുന്നത്. ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലുകൾക്ക് താഴെയുള്ളതാണ് CHC എന്ന് പറയുന്നത്, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ്. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ് CHC എന്ന് പറയും. അതിന്റെ താഴെയാണ് PHC, പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ്. അതിന്റെ താഴെയുണ്ട് ഹെൽത്ത് സബ് സെന്റേഴ്സ്, കുടുംബക്ഷേമ കേന്ദ്രങ്ങൾ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, ആരോഗ്യ ഉപകേന്ദ്രങ്ങൾ. അപ്പൊ ഇത്രയും തട്ടിലുണ്ട്. എയിംസ്, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, മെഡിക്കൽ കോളേജസ്, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ്, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ്, പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ്, ഹെൽത്ത് സബ് സെന്റേഴ്സ്. ഇങ്ങനെ മുകളിൽ നിന്ന് താഴോട്ട് 6 സ്ഥാപനങ്ങളുണ്ട്. ഏറ്റവും മുകളിൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, അതിന് തൊട്ടു താഴെ മെഡിക്കൽ കോളേജുകൾ, അതിന് തൊട്ടു താഴെ ജില്ലാ ആശുപത്രികൾ, അതിന് തൊട്ടു താഴെ കുടുംബക്ഷേമ ആരോഗ്യ കേന്ദ്രങ്ങൾ, അതിന് തൊട്ടു താഴെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, അതിന് തൊട്ടു താഴെ ആരോഗ്യ ഉപകേന്ദ്രങ്ങൾ എന്നിങ്ങനെ വിവിധ തട്ടുകളിലുള്ള സ്ഥാപനങ്ങൾ ഉണ്ട്. അടുത്ത ചോദ്യത്തിന്റെ ഉത്തരം അതാണ്. ഇനി ഇത് കൂടാതെ there are so many hospitals and medical sections that exist in India or in practice. വിവിധ തരത്തിൽപ്പെട്ടവയുണ്ട്. പ്രൈവറ്റ് ഹോസ്പിറ്റലുകളുണ്ട്, കോപ്പറേറ്റീവ് സെക്ടറുകളിലുണ്ട്, ട്രസ്റ്റുകളുടെ കീഴിലുള്ളവയുണ്ട്. ഇങ്ങനെ വിവിധ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ അത്തരത്തിൽ ധാരാളമുണ്ട്. അത്തരത്തിലുള്ള ചെറുതും വലുതുമായിട്ടുള്ള ഒത്തിരി ഹോസ്പിറ്റൽസ് ഉണ്ട്. വിവിധ ബ്രാഞ്ചുകളുണ്ട്. അലോപ്പതി, ഹോമിയോ, ആയുർവേദ, സിദ്ധ, യുനാനി, നാച്ചുറോപ്പതി, ഇങ്ങനെ വിവിധ മേഖലകളിലുള്ള ആരോഗ്യ ഘടകങ്ങൾ ജനങ്ങളുടെ ആരോഗ്യ രക്ഷയ്ക്ക് വേണ്ടി രാജ്യത്ത് പ്രവർത്തിക്കുന്നു. ഏറ്റവും താഴെ അറ്റത്തെ തട്ടിൽ പ്രവർത്തിക്കുന്നതാണ് NRHM ആൻഡ് NUHM. ഇതിനെ രണ്ടിനെയും കൂടി ഇപ്പം മിങ്കിൾ ചെയ്ത് ഒന്നാക്കി NHM ആക്കി. NRHM, നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ. NRHM എന്ന് പറഞ്ഞാൽ, അതായത് പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കാം,
which was the department or health section that operated in rural areas of our health system. നമ്മുടെ ആരോഗ്യ മേഖലയിൽ ഗ്രാമീണ മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന ഗ്രാമീണ മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന ആരോഗ്യ ഘടകം ഏതാണ്? NRHM. അപ്പൊ അത് ലയിപ്പിച്ചത് രണ്ടും കൂടെ. NRHM, നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ, ഗ്രാമീണ മേഖലയിലെ ജനതയുടെ ആരോഗ്യ സംരക്ഷണത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന താഴെ അറ്റത്തെ തട്ടിലെ പ്രധാനപ്പെട്ട ആരോഗ്യ ഘടകമാണ് NRHM എന്ന് പറയുന്നത്, ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ. ഇനി നഗരമേഖലകളിലോ NUHM, നാഷണൽ അർബൻ ഹെൽത്ത് മിഷൻ, ദേശീയ നഗര ആരോഗ്യ മിഷൻ എന്നാണ് അത് അറിയപ്പെടുന്നത്. ഇങ്ങനെ 2 എണ്ണമുണ്ട്. അതിനെ രണ്ടിനെയും കൂടി ഇപ്പോൾ ലയിപ്പിച്ചൊന്നാക്കിയിട്ടുണ്ട്. എന്തെന്നാ? നാഷണൽ ഹെൽത്ത് മിഷൻ എന്നാക്കിയിട്ടുണ്ട്. NHM എന്നാക്കി മാറ്റിയിട്ടുണ്ട്. നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ NHM എന്നാക്കിയിട്ടുണ്ട്. നാഷണൽ ഹെൽത്ത് മിഷൻ എന്ന് ആക്കിയിട്ടുണ്ട് കേന്ദ്ര ഗവൺമെന്റ്. ഇനി ഏറ്റവും ഒടുവിലായി വാട്ട് ഈസ് ലൈഫ് എക്സ്പെക്ടൻസി? ഏറ്റവും ഒടുവിലത്തെ ചോദ്യമാണ് വാട്ട് ഈസ് ലൈഫ് എക്സ്പെക്ടൻസി? ലൈഫ് എക്സ്പെക്ടൻസി ഈസ് ദി ആവറേജ് നമ്പർ ഓഫ് ഇയേഴ്സ് ദാറ്റ് എ പേഴ്സൺ ലിവ്സ്. ശരാശരി ഒരു വ്യക്തി എത്ര കാലം ജീവിച്ചിരിക്കുന്നു എന്നതാണ് പ്രതീക്ഷിത ആയുർ ദൈർഘ്യം കൊണ്ട് അർത്ഥമാക്കുന്നത്. ലൈഫ് എക്സ്പെക്ടൻസി മീൻസ് ദി ആവറേജ് നമ്പർ ഓഫ് ഇയേഴ്സ് ദാറ്റ് എ പേഴ്സൺ ലിവ്സ്. ഒരു വ്യക്തി ശരാശരി എത്ര കാലയളവ്, എത്ര വർഷം ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ലൈഫ് എക്സ്പെക്ടൻസി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ആ ചാപ്റ്ററിലുള്ളത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററാണ്. തീർച്ചയായിട്ടും ഈ പറഞ്ഞ ചോദ്യങ്ങൾ, എവിടേക്കാണ് ചോദ്യങ്ങൾ പറഞ്ഞതെന്ന് നോട്ട് ചെയ്യുക, ആ ചോദ്യങ്ങൾ എഴുതിയെടുക്കുക. പുസ്തകത്തിൽ തന്നെ അതിന് ഉത്തരം എങ്ങനെ എഴുതണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഷോർട്ടായിട്ട് എഴുതിയാൽ മതി. പുസ്തകത്തിൽ അതേപോലെ പകർത്തി വെക്കണ്ട. ചുരുക്കി പോയിന്റായിട്ട് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതി തൽക്കാലം സത്യസാറിനെ കാണിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ എഴുതി ബുക്കിൽ സൂക്ഷിക്കുകയും വേണം. വേറെയുള്ളവർ അത് ബുക്കിൽ എഴുതി സൂക്ഷിക്കുകയും വേണം. മറന്നു പോകരുത്. കേട്ടല്ലോ? അടുത്ത ദിവസം